السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. ربي يسر ولا تعسر وأنت أرحم الراحمين. ربي تمم بالخير والسعادة. ഏറെ പ്രിയങ്കരായ ഫോക്കസ് അക്കാഡമിയിലെ നെറ്റ് ജെആർഎഫ് പഠിതാക്കളെ, എല്ലാവർക്കും ഇന്നത്തെ ഒരു ഡിസ്കഷനിലേക്ക് ഹാർദമായ സ്വാഗതം. UGC നെറ്റ് അറബിക്കിന് പ്രിപ്പയർ ചെയ്യുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ഫോക്കസ് അക്കാദമിയുടെ 2026 ഡിസംബർ ബാച്ചിന്റെ തുടക്കത്തിൽ കൂടിയാണ് നമ്മളുള്ളത്. സ്വാഭാവികമായിട്ടും ഈ ഒരു കോഴ്സിന്റെ തുടക്കം എന്ന നിലയിൽ നമ്മുടെ കൂട്ടത്തിൽ വ്യത്യസ്ത കാറ്റഗറിയിലുള്ള ആളുകളാണുള്ളത്. എന്ന് വെച്ചാൽ ഓൾറെഡി നെറ്റ് എക്സാമിന് വേണ്ടിയിട്ട് നന്നായി പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞ 2-3 എക്സാം തുടർച്ചയായി എഴുതി വന്ന ആളുകളുണ്ട്. നേരത്തെ പ്രിപ്പറേഷൻ തുടങ്ങി എക്സാം എഴുതുകയും 2-3 തവണയൊക്കെ എഴുതി ചിലര് നെറ്റ് ക്വാളിഫൈ ചെയ്തു ജെആർഎഫിന് വേണ്ടി ശ്രമിച്ചിട്ട് എത്തുന്നില്ല അല്ലെങ്കിൽ എത്തുകയില്ല എന്ന് തോന്നിയപ്പോൾ തിരിച്ചുപോയി രണ്ടാമത് വീണ്ടും ഒന്നുകൂടി ശ്രമിച്ചു നോക്കാം എന്ന രൂപത്തിൽ മുന്നോട്ട് പോകുന്നവര്, അതുപോലെ തന്നെ ചിലര് തുടക്കക്കാരായ ആളുകളാണ്. ആദ്യമായി പ്രിപ്പറേഷൻ ആരംഭിച്ച് തുടങ്ങിയ ആളുകളും നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഇങ്ങനെ വ്യത്യസ്ത കാറ്റഗറിയിലാണ്. ചിലരെ സംബന്ധിച്ചിടത്തോളം കേട്ടിട്ടേ ഉള്ളൂ നെറ്റ്, അതല്ലെങ്കിൽ ചെറിയ രൂപത്തിൽ പരിചയമുള്ളൂ. എന്നാൽ മുമ്പെന്നോ PG അല്ലെങ്കിൽ MA അറബിക്കിൽ കരസ്ഥമാക്കിയ ആളുകളാണ്. പിന്നീടാണ് ഇങ്ങനെ നെറ്റൊക്കെ എഴുതിയാൽ കോളേജ് തലങ്ങളിലൊക്കെ അസിസ്റ്റന്റ് പ്രൊഫസർ ആവാം, നെറ്റ് നേടിയാൽ റിസർച്ച് ചെയ്യാം എന്നൊക്കെ മനസ്സിലാക്കി എന്നാ നെറ്റ് എഴുതി നോക്കാം എന്ന രൂപത്തിൽ തുടങ്ങുന്ന ആളുകളൊക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അപ്പൊ എല്ലാവരെയും പരിഗണിച്ചുകൊണ്ടുള്ള ഒരു നെറ്റ് ജെആർഎഫിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ, പ്രത്യേകിച്ച് അതിലെ പാർട്ട് 2 അല്ലെങ്കിൽ സെക്കൻഡ് പേപ്പർ ആയിട്ടുള്ള അറബിക്ക്, ആ ഒരു സിലബസ് നമ്മൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്, അതുമായി ബന്ധപ്പെട്ട ഏതാനും ചില കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് ഉണർത്തുന്നത്. അപ്പൊ നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഭാഗങ്ങളൊക്കെ നന്നായിട്ട് അറിയുന്ന ആളുകളായിരിക്കും. എന്നാലും ഏകദേശം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഈ ഒരു സെഷനിലൂടെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് തുടങ്ങുന്നത്. അപ്പോ UGC നെറ്റ് എക്സാമിനേഷൻ ആണ്, നമുക്കറിയാം നാഷണൽ ലെവലിൽ നടക്കുന്ന ഒരു എക്സാമാണ്. ഈ ഒരു തിരിച്ചറിവ് എന്തായിരുന്നാലും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം. ഇതുവരെ നമ്മൾ പല എക്സാമുകൾ ജീവിതത്തിൽ എഴുതിയ ആളുകളായിരിക്കും. അവിടെ നിന്ന് വ്യത്യസ്തമായിട്ട് നാഷണൽ ലെവലിലുള്ള ഒരു എക്സാമിനേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ള കൃത്യമായ ബോധ്യം നമുക്കുണ്ടാവണം. ഏകദേശം അറബിക്കിൽ ഒരു ടേമിൽ എക്സാം എഴുതുന്നവർ ഒരു 2000 അല്ലെങ്കിൽ 2500 ആളുകൾ ആണ് ഉണ്ടാവുക. അപ്പൊ ഈ 2500 ആളുകളിൽ ആദ്യത്തെ ഒരു 6% ആളുകൾക്ക്, അല്ലെങ്കിൽ ടോട്ടലി ആ 2000-ന്റെ 6% ആളുകൾക്ക് മാത്രമാണ് നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ സാധിക്കുക. അപ്പൊ 6% എങ്ങനെയാണ് തീരുമാനിക്കാന്ന് ചോദിച്ചാൽ, ആ 2000 ആളുകൾ എഴുതിയതിൽ ഏറ്റവും ടോപ്പായി വരുന്ന ആളുകൾ, അതില് 6% വിജയിക്കുന്ന രൂപത്തിലാണ് കട്ട് ഓഫ് നിശ്ചയിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ 2000 ആളുകളിൽ ഏറ്റവും കൂടുതൽ മാർക്ക് നേടുന്നവരിൽ നമ്മൾ ഉൾപ്പെടണം. ഏകദേശം ഒരു 120 ആളുകൾക്കാണ് ഇപ്പൊ 2000 ആളുകൾ എക്സാം എഴുതിയാൽ നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ സാധിക്കുന്നത് 120 ആളുകളാണ്. അപ്പോ ആ 2000-ലെ 120 ആളുകളിൽ, അഥവാ ഏറ്റവും നല്ല രൂപത്തിൽ പ്രിപ്പയർ ചെയ്യുന്ന 120-ൽ നമ്മൾ ഉൾപ്പെട്ടെങ്കിലാണ് ഈ തവണ നമ്മൾ എന്ത് ചെയ്യുക? നെറ്റ് ക്വാളിഫൈ ചെയ്യാം.
ഇനി JRF ആണ് എയിം ചെയ്യുന്നത് എങ്കിൽ അതിൽ ആദ്യത്തെ ഒരു 20-നുള്ളിൽ നമ്മൾ ഉൾപ്പെടണം. 20 കൂട്ടേണ്ട ഒരു 15 ആളുകൾക്കുള്ളിൽ നമ്മൾ വരണം. എന്ന് വെച്ചാൽ ഏറ്റവും ടോപ്പ് മാർക്ക് ലഭിക്കുന്ന ആദ്യത്തെ 15-ൽ നമ്മൾ ഉൾപ്പെടണം. എങ്കിലാണ് നമുക്ക് JRF ക്വാളിഫൈ ചെയ്യാൻ സാധിക്കുക. അപ്പൊ അത് സാധിക്കോ എന്ന ആശങ്കയൊന്നും ആർക്കും ഉണ്ടാവേണ്ടതില്ല. എന്ന് വെച്ചാൽ 2000-ന്റെ ആ ഒരു 120-ൽ അല്ലെങ്കിൽ ആദ്യത്തെ 15-ൽ ഉൾപ്പെടാന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും ഇപ്പൊ ഏതായാലും നടക്കൂല എന്ന് വിചാരിക്കേണ്ടതില്ല. നമ്മെപ്പോലെയുള്ള കേരളത്തിൽ നിന്ന് തന്നെ എക്സാം എഴുതിയ എത്രയോ ആളുകൾക്ക് ഓരോ വർഷവും ലഭിക്കുന്നുണ്ട്. അപ്പോ അതിൽ ഉൾപ്പെടാൻ സ്വാഭാവികമായിട്ടും നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു പ്രിപ്പറേഷൻ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം എന്ന തിരിച്ചറിവാണ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവേണ്ടത്. അപ്പൊ ഇത് നമ്മൾ വെറുതെ ഒരു വെറും വാക്ക് പറയുന്നതല്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഒരു 6-7 വർഷത്തെ പരിചയം, പ്രത്യേകിച്ച് ഒരുപാട് ആളുകൾക്ക് നെറ്റ് JRF നേടിക്കൊടുക്കാൻ ചെറിയ രൂപത്തിൽ ഒരു താങ്ങാവാൻ സാധിച്ചവർ എന്ന നിലയിൽ തന്നെയാണ് ഈ കാര്യം നിങ്ങളോട് പ്രത്യേകമായി പറയുന്നത്. അപ്പൊ അതിൽ പല ആശങ്കകളും തുടക്കത്തിൽ പലരും പറയാറുണ്ട്. അത് ഞാൻ പറയുന്നത് ഒരുപക്ഷെ ഞാൻ പറയുന്ന ഈ വിഷയങ്ങളിൽ അതേ വിഷയം അല്ലെങ്കിൽ അതിനോട് സമാനമായ ഒരുപാട് മേഖലകൾ തരണം ചെയ്യുന്ന ആളുകളായിരിക്കും ഞാൻ ഈ പറയുമ്പോൾ ശബ്ദം കേൾക്കുന്ന ആളുകൾ. എന്ന് വെച്ചാൽ തുടക്കത്തിൽ തന്നെ ഇപ്പോ നല്ല ആവേശത്തോടു കൂടിയായിരിക്കും നമ്മുടെ കോഴ്സിന് ജോയിൻ ചെയ്തിട്ടുണ്ടാവുക. അതല്ലെങ്കിൽ സ്വന്തമായിട്ട് പഠിക്കുന്ന ആളുകളും ഒരുപക്ഷെ ഈ ശബ്ദം ശ്രവിക്കുന്നവരുണ്ടാവും. അപ്പോ അവരും ശ്രദ്ധിക്കാനായിട്ട് പറയാണ്, നമ്മളിപ്പോ ഒരു കോഴ്സിന് ജോയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എന്തിന്? ഒരു നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ JRF ക്വാളിഫൈ ചെയ്യാൻ. അല്ലാതെയും സ്വന്തമായി സിലബസ് ഓറിയന്റഡ് ആയി പഠിക്കുകയാണെങ്കിൽ നമുക്ക് ലക്ഷ്യത്തിലെത്താൻ പറ്റും. പിന്നെ ഒരു കോഴ്സിന് ജോയിൻ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ സ്വന്തമായി നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്ത് നല്ല മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പഠിക്കാൻ സാധിക്കുള്ളൂ. അതിപ്പോ കോച്ചിങ്ങിലാവുമ്പോൾ എന്ത് ചെയ്യും, എല്ലാം ഏകദേശം അധ്യാപകർ അതാത് മേഖലയിൽ നോട്ട് പ്രിപ്പയർ ചെയ്ത് അത് നന്നായിട്ട് വിശദീകരിച്ച് തരുന്ന ക്ലാസ് ഉണ്ടാവും. അതേപോലെ തന്നെ മോഡൽ ടെസ്റ്റുകൾ, പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ വീട്ടിൽ പ്രോഗ്രാമോ അല്ലെങ്കിൽ നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തിരക്കുകളൊക്കെ ഉണ്ടാവുമ്പോൾ പഠനത്തിൽ നിന്ന് പിന്നോട്ട് പോവും. പിന്നെ തിരിച്ചു വരിക എന്ന് പറയുന്നത് ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും. ഒരുപക്ഷെ ചിലപ്പോൾ ഹാൾ ടിക്കറ്റ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ എക്സാമിന്റെ ഡേറ്റ് ഏകദേശം അടുത്തിട്ടുണ്ട് എന്ന് അറിയുന്ന സമയത്ത് ഒക്കെ ആയിരിക്കും പിന്നെ പഠനത്തിലേക്ക് വീണ്ടും തിരിച്ചു വരിക. പക്ഷെ ഒരു കോച്ചിങ്ങിലാവുമ്പോൾ ഓരോ ദിവസവും എന്ത് ചെയ്യും, ഗ്രൂപ്പിൽ അവിടെ ക്ലാസ്സുകൾ വരുന്നത് നമ്മൾ കാണും. അതേപോലെ ചിലപ്പോൾ ആക്ടിവിറ്റി ഗ്രൂപ്പിൽ ചർച്ചകൾ, വ്യത്യസ്ത രൂപത്തിൽ ചർച്ചകൾ നടക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എല്ലാവരും പഠിക്കുകയാണ്, ഞാൻ മാത്രമേ പഠിക്കാത്തതുള്ളൂ എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാവുകയും നമുക്ക് ഒന്നുകൂടെ തിരിച്ചു വരാൻ പ്രേരണ ഉണ്ടാവും. അതാണ് ഒരു കോച്ചിങ്ങിലൂടെ നമുക്ക് ലഭിക്കുന്ന ഗുണം എന്ന് പറഞ്ഞാൽ. അപ്പോ ഇനി അതൊന്നും ഇല്ലെങ്കിലും സ്വന്തമായിട്ട് പഠിക്കുന്ന ആളുകളാണെങ്കിലും ഒക്കെ സാധാരണ വരാറുള്ള ആശങ്കകൾ, പഠിച്ചു തുടങ്ങും പക്ഷേ കുറച്ചങ്ങോട്ട് പഠിച്ചു നോക്കുമ്പോഴാണ് ഒന്നും ഓർമ്മയിൽ നിൽക്കുന്നില്ല. അതേപോലെ തന്നെ കുറച്ച് പഠിച്ചിട്ട് തന്നെ ഇതാണ് അവസ്ഥ എങ്കിൽ ഇനിയിപ്പോ ഒരുപാട് പഠിക്കാനുണ്ട്, എനിക്കാണെങ്കിലോ ഇന്നാലിന്ന ജോലി തിരക്കുകൾ. അതുപോലെ തന്നെ കഴിഞ്ഞ തവണയൊക്കെ കുറെ തവണ ഞാൻ പ്രിപ്പയർ ചെയ്തതാണ്, അല്ലെങ്കിൽ കുറെ ഞാൻ നോക്കിയിട്ടുണ്ട്, പക്ഷെ ഇപ്പൊ തുടക്കത്തിൽ തന്നെ ആ അന്ന് നോക്കിയ കാര്യങ്ങൾ പോലും എൻ്റെ ഓർമ്മയിൽ ഇപ്പൊ ഇല്ല എന്ന് മനസ്സിലേക്ക് വരുന്ന ഒരു സന്ദർഭമായിരിക്കും ചിലപ്പോൾ തുടക്കത്തിൽ ഉണ്ടാവാം ചിലരെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ മോഡൽ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്ന വെച്ചാൽ എത്ര വായിച്ച ഭാഗമാണെങ്കിലും ആ ഭാഗത്ത് നിന്ന് മിക്കവാറും ചോദ്യങ്ങൾക്കൊന്നും കറക്റ്റ് ആൻസർ ചെയ്യാൻ സാധിക്കുന്നില്ല. പിന്നെ ജനറൽ പേപ്പർ നോക്കുന്ന സമയത്ത് ഒരു ഭാഗവും തീരെ മനസ്സിലാവാത്ത സന്ദർഭമൊക്കെ ചിലപ്പോൾ ഉണ്ടാവും തുടക്കത്തില്. പക്ഷെ ഇങ്ങനെയൊക്കെ ഇതിന് സമാനമായ അല്ലെങ്കിൽ ഇതേപോലെയുള്ള പരാതികൾ പറഞ്ഞ ഒരുപാട് ആളുകൾ കഴിഞ്ഞ കാലം നമ്മുടെ ബാച്ചിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവര് നിരന്തരമായി ശ്രമിച്ചുകൊണ്ട് JRF തന്നെ ക്വാളിഫൈ ചെയ്ത ആളുകൾ അൽഹംദുലില്ലാ നമ്മുടെ കഴിഞ്ഞ കാല ബാച്ചുകളിൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഇതൊരിക്കലും നമ്മൾ നിങ്ങളെ വെറുതെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി പറയല്ല. ഒരുപാട് ആളുകളുടെ എക്സ്പീരിയൻസ്, ഒരു പക്ഷെ നിങ്ങൾ തന്നെ
നമ്മുടെ ഫോക്കസിന്റെ യൂട്യൂബ് ക്ലാസ്സുകളിൽ, യൂട്യൂബ് വീഡിയോകളിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നമ്മുടെ കഴിഞ്ഞ കാല ബാച്ചിൽ ഓരോരുത്തർ പറഞ്ഞ അനുഭവങ്ങൾ. പക്ഷെ അതിൽ അവർ എടുത്ത എഫേർട്ടും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. JRF നമ്മൾ ക്വാളിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യത്തെ ആ ഒരു 2000-ൽ ആദ്യത്തെ ഒരു 10-15-നുള്ളിൽ നമ്മൾ ഉൾപ്പെടാന്ന് പറഞ്ഞാൽ അതിനനുസരിച്ചുള്ള ഒരു പ്രിപ്പറേഷൻ നമ്മുടെ ഭാഗത്ത് ഉണ്ടാവണം. കാരണം അതുകൊണ്ട് ഉണ്ടാകാവുന്ന അല്ലെങ്കിൽ ഉണ്ടാകുന്ന നേട്ടം തിരിച്ചറിഞ്ഞ ആളുകളാണ് അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് 5 വർഷം സ്കോളർഷിപ്പോട് കൂടിയിട്ട് റിസർച്ച് ചെയ്യാൻ സാധിക്കും JRF ക്വാളിഫൈ ചെയ്താൽ. അല്ല, ഇതിപ്പോ ഏകദേശം എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. എന്നാൽ അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് മാത്രം ജസ്റ്റ് ആ ഭാഗം ഒന്ന് സൂചിപ്പിക്കാണ്. എന്ന് വെച്ചാൽ മിക്കവാറും ഇപ്പൊ നമ്മള് എല്ലാവരും 1 മുതൽ 10 വരെ സ്കൂളിൽ പഠിച്ചു. പിന്നീട് ഒന്നുകിൽ +2 അല്ലെങ്കിൽ പ്രിലിമിനറി കഴിഞ്ഞ് പിന്നെ ഡിഗ്രി എടുത്തു. അപ്പോ 10ഉം 2ഉം 12ഉം 3ഉം 15. അത് കഴിഞ്ഞ് പിന്നെ PG ഒരുപക്ഷെ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നവർ അല്ലെങ്കിൽ കഴിഞ്ഞ ആളുകൾ, ഇങ്ങനെയുള്ള ആളുകൾക്കാണ് ഇപ്പൊ നെറ്റ് എഴുതാൻ പറ്റുക. അപ്പോ 15ഉം 2ഉം 17 വർഷം നമ്മൾ പഠിച്ചു. അത് റെഗുലറായി പഠിച്ച ആളുകൾ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ആയി പഠിച്ച ആളുകൾ, ഇങ്ങനെയൊക്കെ പഠിച്ച ആളുകളാണെങ്കിലും നമ്മള് നമ്മുടെ പേരിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. പക്ഷെ പിന്നീട് നമ്മളിപ്പോ ഒരു PhD എടുക്കുകയാണെങ്കിൽ, റിസർച്ച് ചെയ്യുകയാണെങ്കിൽ 3 വർഷം കൊണ്ട് നമുക്ക് തീർക്കാം. അത് 5 വർഷം വരെ അങ്ങനെ നീട്ടിയിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, PhD ചെയ്യാൻ പറ്റും. അതോടുകൂടി നമ്മുടെ പേരിൽ അവിടെ വ്യത്യാസം വരികയാണ്. എന്ന് വെച്ചാൽ ഇതുവരെ നമ്മളിപ്പോ ഈ പ്രോഗ്രാമിൽ ഞാനിപ്പോ ഇങ്ങനെ ഓരോ പേരുകൾ കാണുന്നുണ്ട്. ഇപ്പൊ ഹനാൻ എന്ന് കാണുന്നു, അതേപോലെ തന്നെ ഫജ്റത്തുന്നിസ എന്ന് കാണുന്നു, അതുപോലെ തന്നെ നജ എന്ന് കാണുന്നു. ഇങ്ങനെ വ്യത്യസ്ത പേരുകളുണ്ട്. ഇതൊക്കെ നമ്മളിപ്പോ എത്ര കാലം പഠിച്ചിട്ടുണ്ടെങ്കിലും ആ പേരിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. ജിംഷാദ് ഉണ്ട്, ഇങ്ങനെ പലരുണ്ട് അല്ലെ, മുഹമ്മദ്, അതേപോലെ തന്നെ ഫാത്തിമ. പക്ഷെ നമ്മള് PhD കഴിയുന്നതോടുകൂടി അവിടെ പിന്നെ ഒരു മുമ്പിലൊരു DR കൂടെ വരും അല്ലെ, ഡോക്ടർ. ഈ പറയപ്പെട്ട ഓരോ പേരുകൾ, ഡോക്ടർ ജിംഷാദ്, ഡോക്ടർ ഫിദ KT, അതേപോലെ തന്നെ ഡോക്ടർ തസ്ലീമ, ഇങ്ങനെ ഓരോരുത്തരുടെയും പേരിന് മുമ്പിൽ അവിടെ മാറ്റം വരികയാണ്. ആ മാറ്റം വരിക മാത്രമല്ല ചെയ്യുന്നത്, JRF നിങ്ങൾ ക്വാളിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓരോ മാസവും തുടക്കത്തിൽ ഏകദേശം ഒരു 43,000 രൂപ തുടക്കത്തിൽ ലഭിക്കും. പിന്നെ അത് 2 വർഷമായി കഴിഞ്ഞാൽ SRF ആയി മാറും, സീനിയർ റിസർച്ച് ഫെലോഷിപ്പ് ആയി മാറും. ആദ്യം ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് ആണ്, അതാണ് JRF. അത് എന്ത് ചെയ്യും, 2 വർഷം നമ്മൾ റിസർച്ച് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ SRF ആയി മാറും, സീനിയർ റിസർച്ച് ഫെലോഷിപ്പ്. അപ്പൊ ഏകദേശം ഒരു 50,000 രൂപയുടെ അടുത്ത് എന്തുണ്ടാവും, ഓരോ മാസവും നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കും. അത് 5 വർഷം കൊണ്ടാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതെങ്കിൽ ആ 5 വർഷം വരെ ഇതേ എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കും. എന്നാലോ ശരിക്കും ഇപ്പൊ ഒരാള് കൃത്യമായി നല്ല രൂപത്തിൽ വർക്ക് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു ദിവസം ഒരു 2 മണിക്കൂർ വെച്ച് ആകെ എന്ത് ചെയ്യേണ്ടിയുള്ള PhD, പ്രത്യേകിച്ച് നമ്മുടെ ലാംഗ്വേജ് വിഷയത്തിലൊക്കെ ചെയ്യാനുണ്ടാവുകയുള്ളൂ. അത് ചിലപ്പോ ചില ദിവസങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ വ്യത്യാസം വരും. എന്നാൽ കറക്റ്റായി ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ കറക്റ്റായി വർക്ക് ചെയ്തു പോവുകയാണെങ്കിൽ അയാൾക്ക് കൃത്യമായി ആ ഒരു PhD നല്ല രൂപത്തിൽ തീർക്കാൻ സാധിക്കും. ആ സമയം ഞാൻ പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോ ഓൾറെഡി എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുന്ന ആളുകളായിരിക്കും. ഗവൺമെന്റ് സർവീസിലുള്ള ആളുകൾക്ക് പറ്റില്ല. അല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ ജോലി എന്ത് ചെയ്യാം, തുടർന്ന് മുന്നോട്ട് പോകാനും പറ്റും. അഥവാ തങ്ങൾ ഇപ്പോൾ വാങ്ങിക്കൊണ്ടിരിക്കുന്ന സാലറി വാങ്ങാം. ഇനി അതിലുപരിയായി ഇപ്പൊ ട്രാൻസ്ലേഷനോ അങ്ങനത്തെ ഏതെങ്കിലുമൊക്കെ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ജോബ് നോക്കേണ്ട ആളുകളാണെങ്കിൽ, നോക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക്, കഴിവുള്ള ആളുകൾക്ക് അതൊക്കെ നോക്കി മുന്നോട്ട് പോകാം. നമ്മുടെ ഗൈഡിന്റെ അനുവാദമുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത്തരം ജോലികളൊക്കെ ചെയ്ത് അങ്ങനെയും മുന്നോട്ട് പോകാം. അതോടൊപ്പം ഈ സ്കോളർഷിപ്പോട് കൂടിയിട്ട് റിസർച്ച് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ പേരിലും മാറ്റം വന്നു. അതോടൊപ്പം നല്ല വിഷയത്തിൽ നമുക്ക് സ്റ്റഡിയും നടത്താൻ സാധിക്കും. അപ്പോ അതാണിപ്പോ നെറ്റ് ക്വാളിഫൈ ചെയ്യുന്നതിലൂടെ ഉണ്ടാവുന്ന മറ്റൊരു ഗുണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കേരളത്തിൽ, അതേപോലെ തന്നെ ഇന്ത്യയിൽ
നമുക്ക് കോളേജുകളിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ആവാനുള്ള മിനിമം യോഗ്യത കൂടിയാണ് നെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ തന്നെ ഗൗരവത്തോടു കൂടി കണ്ടുകൊണ്ടാവണം നമ്മൾ ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇനി ഞാൻ ചെറിയ 1-2 ചോദ്യങ്ങൾ അറബിക്കിൽ നമ്മളിപ്പോ ഓരോരുത്തരും വ്യത്യസ്ത ബിരുദങ്ങൾ നേടിയ ആളുകളാണ്. പ്രത്യേകിച്ച് എന്തായിരുന്നാലും നമ്മളിപ്പോ MA അറബിക്കുള്ള ആളുകളായിരിക്കും നെറ്റ് എഴുതുക, അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ. അപ്പൊ അർത്ഥത്തിൽ സിമ്പിൾ ആയ ഒരു ചോദ്യമാണ് ഇപ്പോൾ ഇവിടെ ഞാൻ ഈ കാണിച്ചിട്ടുള്ളത്. മൻ ഹുവ അമീർ ഷുഅറ ഫിൽ അസ്റിൽ ജാഹിലി. ആർക്കും അറിയാവുന്ന ഒരു ചോദ്യമാണ്. നിങ്ങൾക്ക് ടൈപ്പ് ചെയ്തിട്ടോ അതല്ലെങ്കിൽ വോയിസിലോ പറയാവുന്നതാണ്. ആരാണ് മൻ ഹുവ അമീർ ഷുഅറ ഫിൽ അസ്റിൽ ജാഹിലി? അഹമ്മദ് ഷൗക്കി. ഫിൽ അസ്റിൽ ജാഹിലി. ഇമ്രുൽ ഖൈസ്. ഓക്കെ അല്ലെ, ഇമ്രുൽ ഖൈസ് ആണ്. ഇല്ല, അതറിയാത്ത ആരും ഈ കൂട്ടത്തിൽ ഉണ്ടാവില്ല. അപ്പൊ നേരത്തെ പറഞ്ഞ ആളും അത്ര ശ്രദ്ധിക്കാത്തത് കൊണ്ട് മാത്രം മാറിപ്പോയതാവും അല്ലെ. അപ്പോ ഇമ്രുൽ ഖൈസ് എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അമീർ ഷുഅറ ഫിൽ അസ്റിൽ ഹദീസ്, അതാണിപ്പോ ആരോന്ന് പറഞ്ഞത് അല്ലെ, ഓൾറെഡി നമ്മുടെ മനസ്സിലില്ല. അതെ, അഹമ്മദ് ഷൗക്കി അല്ലെ. ഇതിപ്പോ എല്ലാവരുടെയും മനസ്സിലുള്ള ഉത്തരാണ്. സിമ്പിൾ ആയ 2 ചോദ്യമാണ്. എന്നാൽ ഇതേ ചോദ്യം നമ്മൾ ആലോചിച്ച് നോക്കും. നമ്മളിപ്പോ മിക്കവാറും ഈ കൂട്ടത്തിലുള്ള എല്ലാ ആളുകളും ചെറുപ്പം മുതൽ തന്നെ അറബി പഠിച്ച ആളുകളായിരിക്കും. മദ്രസയിൽ വെച്ച് അറബി പഠിച്ചവർ, ഇനി അതല്ലെങ്കിൽ സ്കൂളിൽ തന്നെ. മിക്കവാറും ഇപ്പൊ നമ്മൾ കേരളക്കാരായത് കൊണ്ട് 1 മുതൽ 10 വരെ അറബി പഠിക്കുന്ന ആളുകളായിരിക്കും മിക്കവാറും ആളുകൾ, ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ ആളുകളും. എന്നാൽ ആ 10 വരെ പഠിച്ച സമയത്ത് മിക്കവാറും ചിലരൊക്കെ ഈ ചോദ്യം മനസ്സിലാക്കിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇതിന്റെ ഉത്തരം മനസ്സിലാക്കിയിട്ടുണ്ടാവുള്ളൂ. അവിടെ ഒന്നും നമ്മൾ പഠിക്കുന്നില്ല ഇത്. പിന്നെ അതും കഴിഞ്ഞ് നമ്മൾ അറബി സാഹിത്യം പഠിക്കുന്ന സമയത്തായിരിക്കും ഇപ്പോൾ അമീർ ഷുഅറ ഫിൽ അസ്റിൽ ജാഹിലി എന്ന ടേം നമ്മൾ പഠിക്കുന്നത്. അതേപോലെ തന്നെ അമീർ ഷുഅറ ഫിൽ അസ്റിൽ ഹദീസ് എന്ന ടേം പഠിക്കുന്നത്. അതിനുശേഷമാണ് ഇത്തരം ചെറിയ ചെറിയ പോയിന്റ്സ് പോലും നമ്മൾ പഠിച്ചു. അത് നമ്മുടെ മനസ്സിലൂടെ ഒരുപാട് തവണ പോയത് കൊണ്ട് മാത്രമാണ് ഇത് പെട്ടെന്ന് നമുക്ക് ഓർത്തെടുക്കാൻ സാധിക്കുന്നത്. ഇനിയിപ്പോ മൻഹുവ ഷാഇറുൻ നീൽ എന്ന് ചോദിച്ചാൽ അതും പെട്ടെന്ന് നിങ്ങളൊക്കെ ആൻസർ പറയും. കാരണം നമ്മുടെ മനസ്സിലൂടെ അത്രയും പോയ വിഷയമായിരിക്കും അത്. യഥാർത്ഥത്തിൽ നമ്മളിപ്പോ നെറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ എന്ന നിലയിൽ, JRF പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ എന്ന നിലയിൽ എല്ലാവരോടും പറയാനുള്ളത്, നമുക്ക് കൃത്യമായ സിലബസ് ഉണ്ട്. ആ സിലബസ് അനുസരിച്ച് കൊണ്ടുള്ള പഠനം നമ്മൾ എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകുന്നുവോ അതിനനുസരിച്ചായിരിക്കും നെറ്റിന് വരുന്ന ചോദ്യങ്ങൾക്ക് നമുക്ക് ആൻസർ ചെയ്യാൻ സാധിക്കുക. ഈ തിരിച്ചറിവാണ് പലപ്പോഴും നമുക്ക്, അല്ലെങ്കിൽ പലർക്കും നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ലക്ഷ്യത്തിലെത്താൻ പറ്റാത്തതും. കാരണം ഈ സിലബസിൽ പറയപ്പെട്ട ഭാഗങ്ങൾ പരമാവധി നമ്മൾ കവർ ചെയ്താൽ മാത്രം പോരാ. അത് ഇതേ രൂപത്തിൽ ചോദിക്കുമ്പോൾ എല്ലാം ഇത്ര സിമ്പിൾ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിലും പരമാവധി എത്തിപ്പിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, ശ്രമിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ പോലെ ആദ്യത്തെ ആ 120 അല്ലെങ്കിൽ ആദ്യത്തെ ആ 15 റാങ്കിനുള്ളിൽ എത്താൻ നമുക്ക് സാധ്യമാവുകയുള്ളൂ എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ പോലെ ഓരോ ചോദ്യങ്ങൾക്കും ഇതേപോലെ ആൻസർ ചെയ്യാൻ സാധിക്കുള്ളൂ. സിമ്പിളായി നമുക്ക് തോന്നാൻ കാരണം നമുക്ക് ജന്മന അറിഞ്ഞിട്ടല്ല, മറിച്ച് ഈ പോയിന്റ്സ് നമ്മുടെ മനസ്സിലൂടെ അത്രയും തവണ കടന്നുപോയത് കൊണ്ടാണ് നമുക്കിത് സിമ്പിളായത്. ഇതുപോലെ അല്ലെങ്കിലും ഇതിന് സമാനമായ രൂപത്തിൽ ഈ സിലബസിലുള്ള ഓരോ ഭാഗങ്ങളും നമ്മൾ മനസ്സിലൂടെ കൊണ്ടുപോയെങ്കിലായിരിക്കും നമുക്ക് പരമാവധി എന്ത് ചെയ്യുക, എക്സാം എളുപ്പമാവുക എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. അത് പേപ്പർ 1 അതേപോലെ തന്നെ പേപ്പർ 2 അഥവാ നമ്മുടെ സബ്ജക്റ്റ് ആയിട്ടുള്ള അറബിക്കും. ഇനിയിപ്പോ അതിലേക്ക് നോക്കാൻ നമുക്കിപ്പോ മുമ്പ് തന്നെ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണിത്. അപ്പൊ ഇങ്ങനെയാണ് ചോദ്യം ചോദിക്കുന്നതെങ്കിലോ, ഇതൊന്ന് ആൻസർ ചെയ്ത് നോക്കൂ. നിങ്ങള് പരമാവധി ചാറ്റ് ബോക്സിൽ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ ഇവിടെ ഇപ്പം 4 സ്റ്റേറ്റ്മെന്റുകൾ നൽകിയിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെന്റുകളെ ബേസ് ചെയ്തിട്ട് ഇവിടെ ഇപ്പുറത്ത് ABCD, അതിൽ നിന്നാണ് നിങ്ങൾ ആൻസർ തിരഞ്ഞെടുക്കേണ്ടത്. ഇവിടെ ബദിഉസ്സമാൻ അൽ ഹമദാനിയെ കുറിച്ചുള്ള ചോദ്യമാണ്. ബദിഉസ്സമാൻ ഹമദാനിയെ കുറിച്ചാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ തുടക്കക്കാരായ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ ചോദ്യം കണ്ട് ടെൻഷൻ ആവുന്നും വേണ്ട.
നിങ്ങൾ ഒന്ന് വായിച്ചു നോക്കുക. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഓപ്ഷൻ ഇതിൽ തിരഞ്ഞെടുക്കാൻ തോന്നുന്നുവെങ്കിൽ അത് തിരഞ്ഞെടുത്താൽ മതി. തെറ്റിയാലൊന്നും കുഴപ്പമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, ചാറ്റ് ബോക്സിൽ ആൻസർ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. എ ആണെങ്കിൽ എ, ബി, സി, ഡി ഏതെങ്കിലും ഒരു ഓപ്ഷൻ നിങ്ങൾ തിരഞ്ഞെടുത്താൽ മതി. തെറ്റിയെന്ന് വിചാരിച്ച ഇവിടെ ഒരു കുഴപ്പമില്ല. നമ്മളിപ്പോ തുടക്കത്തിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിച്ച് മുന്നോട്ട് പോകാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇവിടെ ആൻസറുകൾ വരുന്നുണ്ട്. ബി ആൻസർ ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ സി വന്നിട്ടുണ്ട്, ഡി വന്നിട്ടുണ്ട്, എയും വന്നിട്ടുണ്ട്. അപ്പൊ എ, ബി, സി, ഡി 4 ആയിട്ടുണ്ട്. അപ്പൊ 4 ഏതായാലും ഉണ്ടാവാൻ സാധ്യത ഇല്ലല്ലോ അല്ലെ. ഏതോ ഒന്നായിരിക്കും അതില് ആൻസർ ആയിട്ടുണ്ടാവാം. നോക്കാം നമുക്ക്. അപ്പൊ ഏതായാലും പരമാവധി എല്ലാവരും ആൻസർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിലെല്ലാവരെയും പ്രത്യേകമായിട്ട് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യാണ്. എന്ന് വെച്ചാൽ ഏത് ആൻസർ ആണ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, ചാറ്റ് ബോക്സിൽ ഇതേപോലെ ഇനി വരുന്ന ലൈവ് ക്ലാസ്സുകളിലൊക്കെ രേഖപ്പെടുത്തണം. അത് തെറ്റിയാലൊന്നും കുഴപ്പമില്ല. കാരണം നമുക്കിപ്പോ ഇവിടെ വായിച്ചു നോക്കുന്നു, ഓരോ ഓപ്ഷനും നോക്കിയിട്ട് ഏതാണോ ആൻസർ ആയി നമുക്ക് തോന്നുന്നത് അത് നമ്മളിവിടെ ആൻസർ ചെയ്താൽ ചിലപ്പോ നമ്മൾ ചിന്തിക്കുന്നത് ഇവിടെ കുറച്ച് ആളുകളുണ്ട്, അവർക്കിടയിൽ തെറ്റിയാൽ അത് മോശമല്ലേ നമ്മൾ ചിന്തിക്കും. ശരിയാണ്, അത് ചെറിയൊരു മോശം തന്നെയാണ്. എന്നാൽ അതിനേക്കാൾ ഉപരി നമ്മളിപ്പോ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പോൾ ഉള്ള എയിം എന്ന് പറയുന്നത് നെറ്റ് അല്ലെങ്കിൽ JRF ക്വാളിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതിന് ഇനിയിപ്പോ എന്താ ചെയ്യുക, നമ്മൾ കാര്യമായി ശ്രമിക്കുന്ന ആളുകളാണെങ്കിൽ, ഒന്നുകൂടി ഞാൻ അടിവരയിട്ട് പറയാണ്, നിങ്ങൾ നെറ്റ് നേടണം എന്ന രൂപത്തിൽ കാര്യമായി ശ്രമിക്കുന്ന ആളുകളാണെങ്കിൽ എന്തായിരുന്നാലും എന്ത് ചെയ്യേണ്ടി വരും, വീട്ടിൽ നിന്ന് കുറച്ച് സമയം നിങ്ങൾ മാറി നിൽക്കേണ്ടി വരും. അത് വീട്ടിൽ നിന്ന് മൊത്തത്തിൽ എന്ന അർത്ഥത്തിലല്ല, എന്ത് ചെയ്യേണ്ടി വരും, കുറച്ച് സമയം നമ്മൾ മറ്റൊരു റൂമിലേക്ക് മാറി നിന്ന് പഠിക്കേണ്ടി വരും. അത്യാവശ്യം നല്ല സമയം തന്നെ നമ്മൾ ഉപയോഗിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ലക്ഷ്യത്തിലെത്താൻ പറ്റുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ടും വീട്ടുകാര്, നമ്മുടെ കൂട്ടുകാര്, അതേപോലെ തന്നെ ഒരുപക്ഷെ ചിലപ്പോൾ കുടുംബക്കാര്, കാരണം അവസാന സമയത്ത് അകന്ന ബന്ധത്തിലെ ചില കല്യാണങ്ങളൊക്കെ അല്ലെങ്കിൽ ചില പരിപാടികളൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, പോവാതിരിക്കേണ്ടി വരും. അപ്പൊ എന്തേ കാരണം എന്ന് ചോദിക്കുമ്പോൾ നെറ്റ് എഴുതുന്നുണ്ട് എന്ന് നമ്മൾ പറയേണ്ടി വരും അല്ലെ. ചിലരുണ്ട് എന്ത്, ഇത്രയൊക്കെ 2000 ആളുകൾ എഴുതുന്ന എക്സാമില് ആദ്യത്തെ ഏറ്റവും ടോപ്പ് ആളുകളിൽ ഉൾപ്പെടുന്ന ആളുകൾക്കേ നെറ്റ് കിട്ടുള്ളൂ, JRF കിട്ടുള്ളൂ എന്നൊക്കെ തിരിച്ചറിഞ്ഞിട്ടും എന്ത് ചെയ്യും വെച്ചാൽ നാട്ടിൽ നടക്കുന്ന കല്യാണങ്ങൾക്ക് മുഴുവൻ, കുടുംബത്തിൽ നടക്കുന്ന പരിപാടികൾക്ക് മുഴുവൻ പങ്കെടുക്കുകയും വേണം. എന്നാൽ എന്ത് ചെയ്യാൻ വേണം, നമുക്ക് നെറ്റ് കിട്ടണം, JRF കിട്ടണം എന്ന് വിചാരിച്ചാൽ ഒരിക്കലും നടക്കൂല. അതുകൊണ്ട് തന്നെയാണ് പലരും എന്താ വെച്ചാൽ ഓരോ വർഷവും ഇങ്ങനെ നെറ്റ് എക്സാമിന് ഫീ അടക്കുന്ന പണിയാണ് അവർക്ക്. എന്നിട്ട് എന്ത് ചെയ്യും, ഓരോ തവണ ഞാൻ നെറ്റ് എഴുതാൻ പോവാണെന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട്. അങ്ങനെ എഴുതിയിട്ട് ഒരു കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് സമയം നമ്മൾ ചെലവഴിക്കുക തന്നെ വേണം. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ കുറച്ച് ആളുകൾ അല്ലെ, നമ്മുടെ വീട്ടുകാര്, കൂട്ടുകാരൊക്കെ അറിയും നമ്മൾ നെറ്റ് എഴുതുന്നത്. കാരണം നമ്മൾ അതിന് ആ രൂപത്തിൽ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ. അപ്പോ നെറ്റ് എഴുതുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യരുത്, തെറ്റരുത്. അപ്പൊ ഇവിടെ കുറച്ച് തെറ്റിക്കോട്ടെ. ഈ കുറച്ച് ആളുകൾക്കിടയിൽ തെറ്റിയാലും കുഴപ്പമില്ല എന്നർത്ഥം. അതിനാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. ഇവര് എല്ലാവരും ഇതേപോലെ നമ്മെപ്പോലെ പഠിക്കാൻ വേണ്ടി വന്ന ആളുകളാണ്. ഇവിടെ തെറ്റിക്കോട്ടെ എന്നർത്ഥം. തെറ്റിയാൽ ഒരു കുഴപ്പമില്ല. മറിച്ച് നമുക്ക് നെറ്റ് എക്സാം എഴുതുന്ന സമയത്ത്, അതോ പബ്ലിക് എക്സാം എഴുതുന്ന സമയത്ത് നമുക്ക് തെറ്റരുത്. അതിനിപ്പോ കുറച്ച് തെറ്റിയാലും കുഴപ്പമില്ല എന്ന രൂപത്തിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, എല്ലാ ലൈവ് ക്ലാസ്സുകളിലും സജീവമായി പങ്കെടുക്കണമെന്ന് ഇതിനോടനുബന്ധമായി ഓർമ്മപ്പെടുത്താണ്. ഓക്കെ, ഇവിടെ ഇഖ്തർ അത്തസ്രീ അൽ ഖാത്തി അൻ ബദിഉൽ സമാൻ അൽ ഹമദാനി, അതാണ് ഇപ്പോൾ ഇവിടെ ചോദ്യം. ബദിഉൽ സമാൻ അൽ ഹമദാനിയെ കുറിച്ച് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഏതാണ്, അത് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. കാന ബദിഉൽ സമാൻ അൽ ഹമദാനി റായിദു ഫന്നിൽ മഖാമാത്ത്. പിന്നെ കാന ആഷ അൽ ഹമദാനി ഫിൽ അസ്രിൽ ഉമവി ലഹു അക്സർ മിൻ 50 മഖാമ. ഈസ ഇബ്നു ഹിഷാം ഹുവ ബത്ലു മഖാമാതിഹി. ഇങ്ങനെ 4 ഓപ്ഷനാണുള്ളത്. അപ്പൊ ഈ ചോദ്യം കാണുമ്പോൾ തന്നെ നമുക്കറിയാം, നേരത്തെ ഇപ്പോ അമീർ ഷോറ ഫിൽ അസ്രിൽ ജാഹിലി, അമീർ ഷോറ അഹമ്മദ് ഷൗഖി അല്ലെ, അമീർ ഷോറ അഹമ്മദ് ഷൗഖി, അതേപോലെ തന്നെ അമീർ ഷോറ ഫിൽ അസ്രിൽ ജാഹിലി നമ്മള് ഇമ്രുൽ ഖൈസ്. ഇങ്ങനെ ആൻസർ ചെയ്തപ്പോ ഉള്ള സുഖം ഇത് ആൻസർ ചെയ്യാനില്ല. മാത്രമല്ല നെറ്റ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം പല ചോദ്യങ്ങളും ഇതേ രൂപത്തിലായിരിക്കും, അല്ലെങ്കിൽ ഇതിനേക്കാൾ ചിലത് കുറച്ചുകൂടെ ആഴത്തിലുള്ളതും വരും. എന്നാലോ ഈ ഏരിയയെ അഥവാ ബദിഉൽ സമാൻ ഹമദാനിയെ കുറിച്ച് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ചോദ്യം ആൻസർ ചെയ്യാൻ യാതൊരു പ്രയാസവുമില്ല. അപ്പോ
മഖാമാത്ത് എന്ന് പറയുന്ന ഏരിയ നമുക്ക് 2ാം യൂണിറ്റിലാണ് വരുന്നത്. അഥവാ അൻ-നസറുൽ അറബി ഹത്തൽ അസ്റുൽ അബ്ബാസി എന്ന് പറയുന്ന യൂണിറ്റ് എന്ന് വെച്ചാൽ അറബിക് പ്രോസ് അപ് ടു അബ്ബാസിഡ് പീരീഡ് എന്ന് പറയുന്ന യൂണിറ്റ് ആണ് 2ാമത്തെ യൂണിറ്റ്. അപ്പൊ അതില് അബ്ബാസി കാലഘട്ടത്തിലെ ഒരു പ്രത്യേകമായ ഗദ്യ സാഹിത്യത്തിലെ ഇനമായി നമ്മൾ പഠിക്കുന്നതാണ് ഏത് മഖാമാത്ത് എന്ന് പറയുന്ന കല. അപ്പൊ മഖാമാത്ത് പഠിക്കുമ്പോൾ തന്നെ അതിന്റെ റായിദാര് എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. അതാരാണ്? ബദീഉൽ സമാൻ ഹമദാനിയാണ്. അപ്പൊ അതറിയാത്ത ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവില്ല. പിന്നെ അപ്പൊ അത് മനസ്സിലാക്കുന്ന ഒരാൾക്ക് സെക്കൻഡ് ഓപ്ഷൻ അവിടെ എന്തായിരുന്നാലും തെറ്റാണെന്നുള്ളത് മനസ്സിലാവും. ആഷൽ ഹമദാനി ഫിൽ അസ്രിൽ ഉമവി എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. കാരണം അബ്ബാസി കാലഘട്ടത്തിലാണ് ഈ മഖാമാത്ത് ഉള്ളത് തന്നെ. പിന്നെ ലഹു അക്സർ മിൻ 50 മഖാമ, അദ്ദേഹത്തിന് 50-ലധികം മഖാമകൾ ഉണ്ട് എന്നുള്ളതാണ്. അത് ശരിയാണ്. എന്നുവെച്ചാൽ ഏകദേശം അദ്ദേഹം 400ഓളം മഖാമകൾ എഴുതിയിട്ടുണ്ട്. അതിൽ ഇപ്പോ നിലവിൽ ഏകദേശം 50-ലധികം മഖാമുകൾ ഉണ്ട് എന്ന് പറയപ്പെടുന്നു. അതിൽ 51, 52, 53 എന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. നെറ്റിൽ തന്നെ 1-2 വർഷം അതേ രൂപത്തിൽ വ്യത്യസ്ത രൂപത്തിൽ ആൻസർ കീയിൽ വന്നിട്ടുണ്ട്. 51 എന്ന് വന്നിട്ടുണ്ട്, 52, 53 ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. ഏതായാലും 50-ലധികം മഖാമുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പൊ അത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. പിന്നെ ഈസ ഇബ്നു ഹിഷാം ഹുവ ബത്ലു മഖാമാതിഹി എന്നുള്ളതാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതില് ഇനിയിപ്പോ ഏതൊക്കെയാണ് ഇപ്പൊ ഇതില് ശരിയായിട്ടുള്ളത് നോക്കാം. അപ്പൊ ഈ ബത്ല് എന്ന് പറഞ്ഞാൽ അതിലിപ്പോ നമുക്ക് 2 പേരാണ് മഖാമയിൽ ഏറ്റവും പ്രസിദ്ധരായിട്ട് നമ്മൾ പഠിക്കുന്നത്. ഹമദാനി കഴിഞ്ഞാൽ പിന്നെ ഹരീരിയാണ്. ഇവർ രണ്ടുപേരുടെയും മഖാമ പറയുന്നിടത്തൊക്കെ പ്രത്യേകം പറയുന്നതാണ്. അതായത് മഖാമയുടെ ഒരു ശൈലി എന്ന് പറയുന്നത് ഒരു റാവി ഉണ്ടാവും ആ ഒരു കഥ പറയാനായിട്ട്. പിന്നെ അതിലെന്തുണ്ടാവും? ഏതെങ്കിലും ഒരു ഹീറോ അഥവാ ഒരു ബത്തലിനെ ചുറ്റിപ്പറ്റിയായിരിക്കും ആ ഒരു ഹിക്കായ ഉണ്ടാവുക. അപ്പൊ അതില് ഒരു ബത്തലും ഉണ്ടാവും, അതേപോലെ തന്നെ ഒരു റാവിയും ഉണ്ടാവും. അപ്പൊ ഈ 2 പേരുടേതും മിക്കവാറും എക്സാമുകളിലൊക്കെ ചിലപ്പോൾ ചോദിക്കാറുണ്ട്, ആരാണ് ബദീഉൽ സമാൻ ഹമദാനിയുടെ ബത്തൽ ആരാണ്, മഖാമയിലെ ബത്തൽ ആരാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ ഇതേപോലെ റാവി ആരാണ് എന്ന് ചോദിക്കും. അപ്പൊ അത് 2 പേരുടേതും നമ്മൾ ഓർത്തു വെക്കണം. അതോടൊപ്പം നെറ്റിന് പഠിക്കുന്ന ആളുകൾ എന്ന നിലയിൽ ഇതേപോലെ പ്രത്യേകം പറയപ്പെട്ട ഒരു മഖാമ കൂടിയുണ്ട് മോഡേൺ പീരീഡിൽ. നമ്മുടെ നാസിഫ് അൽ യാസിജി അദ്ദേഹത്തിനുണ്ട് ഇതേപോലെ മഖാമ. അതില് അദ്ദേഹത്തിന്റെ മഖാമയിലും ഇതേപോലെ തന്നെ ബത്വല് അതേപോലെ തന്നെ റാവി അത് പരാമർശിച്ചിട്ടുണ്ട്. അപ്പോ അത് ഏതാണെന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത്തരം ചോദ്യങ്ങൾക്ക് നമുക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇവിടെ ഇപ്പോ ചോദിച്ചത് എന്ത് എന്നുള്ളത് കൂടി നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യണം. കാരണം നമുക്കിപ്പോ അതിൽ ഓരോന്നും ശരി ഏത് തെറ്റേത് എന്നുള്ളതൊക്കെ നമ്മൾ നോക്കി വെച്ച് പിന്നെ ചിലപ്പോൾ വേഗം ശരി ഉള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതായിരിക്കും തിരഞ്ഞെടുക്കുക. അപ്പൊ ഇവിടെ തെറ്റായതാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ? കാരണം അൽ ഖാത്തി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഏതാണ്? അപ്പൊ ഏതൊക്കെയാണ്? ഓപ്ഷൻ 2ഉം ഓപ്ഷൻ 4ഉമാണ്. ഇപ്പൊ ഈസ ഇബ്നു ഹിഷാം എന്ന് പറയുന്നത് ഇതേപോലെ നമ്മൾ ഓർത്തു വെക്കേണ്ട ഒരാൾ തന്നെയാണ്. അത് ആരുടെ മഖാമയുമായി ബന്ധപ്പെട്ട ആളാണ്? ഈസ ഇബ്നു ഹിഷാം. അറിയുന്നവർക്ക് പറയാം. ഈസ ഇബ്നു ഹിഷാം പറഞ്ഞോളൂ, തെറ്റിയാലൊന്നും കുഴപ്പമില്ല, ആർക്കും പറയാം. ഹരീരി എന്ന് പറയുന്നു. ഓക്കെ, ഹമദാനിയുടെ റാവി. ഓക്കെ, ഹമദാനിയുടെ തന്നെ മഖാമയുമായി ബന്ധപ്പെട്ട ആൾ തന്നെയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ റാവിയാണ്, മഖാമയുടെ റാവിയാണ് ആര്? ഈസ ഇബ്നു ഹിഷാം. അപ്പൊ അദ്ദേഹത്തിന്റെ ബത്തൽ ആരാണ് മഖാമയിലെ? അബുൽ ഫത്തഹ് അൽ ഇസ്കന്ദരി അല്ലെ? അബുൽ ഫത്തഹ് അൽ ഇസ്കന്ദരിയാണ്. അപ്പൊ ഇവിടെ ഇപ്പോ നോക്കൂ, ആഷ അൽ ഹമദാനി ഫിൽ അസ്രിൽ ഉമവി എന്ന് പറയുന്ന 2ാമത്തെ സ്റ്റേറ്റ്മെന്റും അതേപോലെ തന്നെ 4ാമത്തെ സ്റ്റേറ്റ്മെന്റും ഇത് രണ്ടുമാണ് ഇപ്പൊ ഇതില് തെറ്റായിട്ടുള്ളത്. അപ്പൊ ഓപ്ഷൻ ഡി ആണ്. ഇത് പലരും കറക്റ്റായി ആൻസർ നൽകിയിട്ടുണ്ട്. ഞാൻ തുടക്കക്കാരായ ആളുകളെ കൂടി ഉദ്ദേശിച്ചാണ് ഈ ഒരു ചോദ്യം ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോ ഇതിനോട് അനുബന്ധമായി നമ്മൾ ഓർത്തു വെക്കേണ്ടത് ഒന്നപ്പോ അദ്ദേഹത്തിന്റെ കാലഘട്ടം അറിയുന്ന ആളുകൾക്ക് ഇത് വേഗം മനസ്സിലാക്കാൻ സാധിക്കും.
358 മുതൽ 398 വരെയാണ് അദ്ദേഹത്തിന്റെ കാലഘട്ടം. ബദിയുസ്സമൻ അൽ ഹംദാനി. അബൂ ഉമവി എന്ന് പറയുന്നത് ശരിയല്ല, അബ്ബാസി കാലഘട്ടത്തിലാണ് അദ്ദേഹം ജീവിച്ചിട്ടുള്ളത്. പിന്നെ അദ്ദേഹത്തിന്റെ മഖാമയുടെ ബത്തലാരാണ്? അബുൽ ഫത്തഹ് അൽ ഇസ്കന്ദരിയാണ്. അപ്പൊ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഹരീരി, ഹമദാനി, അതേപോലെ തന്നെ മോഡേൺ പീരീഡിൽ മഖാം എഴുതിയിട്ടുള്ള നാസിഫ് അൽ യാസിജി, ഇവർക്ക് 3 പേർക്കുമാണ് പ്രത്യേകമായി ഇങ്ങനെ ബത്തുലും റാവിയും പറയപ്പെട്ടത്. അപ്പൊ ഇത് കൃത്യമായി നമ്മൾ ഇതേപോലെ നോട്ട് ചെയ്ത് പഠിച്ചു വെച്ചാൽ ഇത് പിന്നെ ഏതായാലും മാറിപ്പോവില്ല. അപ്പോ ചിലത് നമ്മൾ ഇതേപോലെ എന്ത് ചെയ്യുക, കൃത്യമായി ഓരോന്ന് രേഖപ്പെടുത്തി വെക്കുക. അതോടൊപ്പം എല്ലാ ഏരിയയെ കുറിച്ചും നമുക്ക് കൃത്യമായി ഇതേപോലെ ധാരണ വേണം. കാരണം ഇപ്പൊ ചോദ്യം ഇടുന്ന ആള് ആ ഒരു ചോദ്യം ഇടുന്ന സമയത്ത് അയാൾക്ക് ചോദ്യമിടാൻ തോന്നുന്ന ഭാഗം ഏതോ അവിടുന്നാണ് അദ്ദേഹം ചോദ്യം ഇടുക. എന്നാൽ മിക്കവാറും പലപ്പോഴും ആവർത്തിച്ച് വരാറുള്ള ചില ഭാഗങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ് ഇപ്പൊ ഇതൊക്കെ. ഇവരെയൊക്കെ കുറിച്ച് എന്തായിരുന്നാലും ചിലപ്പോൾ മിക്കവാറും എക്സാമുകളിൽ ചോദ്യം വരും. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യുക, പ്രത്യേകം നോട്ട് ചെയ്യുന്നതോട് കൂടെ ഓരോ ഭാഗവും ബേസിക് ആയിട്ടുള്ള നോളേജ് അക്വയർ ചെയ്യാനും നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പൊ ഞാൻ 2 ചോദ്യവും പ്രത്യേകം കാണിച്ചത്. അപ്പൊ ഒന്ന് സിമ്പിൾ ആയ ചോദ്യവും പിന്നെ ഏകദേശം നെറ്റിനൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള ചോദ്യവും കാണിച്ചത്. 2 രൂപത്തിലും നമ്മൾ എന്ത് ചെയ്യണം, പ്രിപ്പറേഷൻ നടത്തണം. ഒന്ന് ബേസിക് ആയി നമ്മൾ പഠിക്കേണ്ട ഭാഗങ്ങൾ, അത് നമ്മൾ അവഗണിക്കരുത്. കാരണം നെറ്റിന് നോക്കുമ്പോൾ നന്നായി ആഴത്തിൽ പഠിക്കണം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ ആഴത്തിൽ പഠിക്കുമ്പോൾ ബേസിക് ആയ വിവരങ്ങൾ പഠിക്കാതിരിക്കരുത്. അതോടൊപ്പം നമ്മൾ എന്ത് ചെയ്യണം, ആഴത്തിൽ നോക്കുക എന്നുള്ള ആ ഒരു ഭാഗം അവഗണിക്കുകയും ചെയ്യരുത്. അത് ശ്രദ്ധിക്കുക കൂടി വേണം. അപ്പൊ 2 ഭാഗവും ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ലക്ഷ്യത്തിലെത്താൻ പറ്റുള്ളൂ. PSC എക്സാമിന് അതേപോലെ തന്നെ കേട്ടറ്റ് പോലുള്ള എക്സാമുകളിൽ നിന്നൊക്കെ വിഭിന്നമായി നമുക്കിപ്പോ നെറ്റിനുള്ള സുഖം എന്താ വെച്ചാൽ കൃത്യമായി അതിന് സിലബസ് ഉണ്ട്. അഥവാ 10 യൂണിറ്റ് അറബിക്കിലും 10 യൂണിറ്റ് ജനറൽ പേപ്പറിലുമാണ് വരുന്നത്. അപ്പൊ ആ 2 ഭാഗമായി ഇപ്പോ ജനറൽ പേപ്പറിന്റെ ഭാഗം കൃത്യമായി നമ്മൾ മനസ്സിലാക്കി. ഇനിയിപ്പോ അറബിക്കിന്റെ 10 യൂണിറ്റുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പറയാം. അപ്പൊ അതിനു മുമ്പ് ഏതൊരു വിജയം ആഗ്രഹിക്കുന്ന ആളുകളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്, നമുക്ക് അറിയുന്ന കാര്യമാണെന്ത്, നമ്മളിപ്പോ ഇന്ന് നമുക്ക് മോട്ടിവേഷൻ ഉള്ളതുപോലെ അഥവാ തുടക്കത്തിൽ നമുക്കുള്ള മോട്ടിവേഷൻ അതെന്ത് ചെയ്യണം, നിലനിർത്തുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അവിടെയാണ് നമ്മുടെ വിജയത്തിന്റെ രഹസ്യം എന്ന് പറയുന്നത്. നമ്മുടെ ലക്ഷ്യം തുടക്കത്തിലുണ്ടാവും, ഫീ അടക്കുന്ന സമയത്ത്. അതേപോലെ തന്നെ എക്സാം ഇപ്പോ എഴുതി കഴിഞ്ഞ ഒരു സമയം എന്ന നിലയിൽ കുറച്ചുകൂടി നോക്കിയിരുന്നെങ്കിൽ എന്താ കിട്ടായിരുന്നു എന്ന ഖേദത്തിൽ നിന്നാണ് ഇപ്പോ കഴിഞ്ഞ എക്സാം എഴുതിയ പല ആളുകളും ഇപ്പോ ഈ ഒരു തുടക്കത്തിൽ ഉണ്ടാവാം. ചിലരിപ്പോ നമ്മുടെ കൂടെയുള്ള ആളുകളൊക്കെ അല്ലെങ്കിൽ നമ്മുടെ കോളേജിൽ പഠിച്ച ആളുകളൊക്കെ ഒരു പക്ഷേ ഇപ്പോ JRF നേടി അല്ലെങ്കിൽ നെറ്റ് നേടിയ ആളുകളായിരിക്കും. അപ്പൊ അവരെ കണ്ടുകൊണ്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പൊ ഒരു തുടക്കത്തിൽ ഉണ്ടാവാം. പക്ഷെ ഇതെന്ത് ചെയ്യും, കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതങ്ങോട്ട് നിലച്ചു പോകുന്ന അവസ്ഥ ചിലർക്ക് ഉണ്ടാവും. അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ലക്ഷ്യത്തിലെത്താൻ സാധ്യമല്ല. മറിച്ച് ഈ തുടക്കത്തിലുള്ള നമ്മുടെ ആവേശം, എക്സാം എന്നാണോ നടക്കുന്നത് അതുവരെ നമ്മൾ പരമാവധി കൊണ്ടുപോകണം. അപ്പൊ അതിനിടയിൽ എന്തുണ്ടാവും, വീട്ടിൽ പ്രോഗ്രാം വരും. അതേപോലെ തന്നെ നമ്മുടെ കോളേജുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ ചിലപ്പോൾ എക്സാം വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് തിരിയേണ്ടി വരും. ഡെസർട്ടേഷൻ വർക്കുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അതിലേക്ക് പോകേണ്ടി വരും. അതേപോലെ തന്നെ മദ്രസകളിലോ അല്ലെങ്കിൽ മറ്റു സ്ഥാപനങ്ങളൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചാലും അവിടെ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടാകുമ്പോൾ അതിൽ വ്യാപൃതരാവേണ്ടി വരും. അപ്പോൾ 1-2 ദിവസം അല്ലെങ്കിൽ ചിലപ്പോൾ ഒരാഴ്ച ഒക്കെ ചിലപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് എന്ത് ചെയ്യേണ്ടി വരും, പൂർണ്ണമായും ചിലപ്പോൾ മാറി നിൽക്കേണ്ടി വരും. എന്നാലും ആ നമ്മുടെ തിരക്ക് കഴിഞ്ഞാൽ വീണ്ടും തിരിച്ചു വന്ന് നമ്മൾ ആ നഷ്ടപ്പെട്ട ഭാഗങ്ങൾ അല്ലെങ്കിൽ നഷ്ടപ്പെട്ട ദിവസങ്ങൾ വീണ്ടെടുക്കാൻ നമ്മൾ ശ്രമിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ലക്ഷ്യത്തിലെത്താൻ പറ്റുകയുള്ളൂ എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവണം. അതാണ് സിർറു നജാഹ് ഹുവ അസ്സബാത്തു അലൽ ഹദ്ഫ് എന്നുള്ള ആ ഒരു കൃത്യമായ ബോധ്യം നമുക്കുണ്ടാവണം. പിന്നെ ഏതൊരു ലക്ഷ്യമാണെങ്കിലും ആ ലക്ഷ്യം എന്ന് പറയുന്നത് ചിലപ്പോൾ സിമ്പിൾ ആയിട്ട് നമുക്ക് എത്താവുന്ന ഒന്നാകൂല അല്ലെ. ഇപ്പൊ നമ്മൾ സാധാരണ ഞാൻ ബലാഗയിലൊക്കെ എപ്പോഴും പഠിപ്പിക്കാറുള്ള ചെറിയ ഒരു ഉദാഹരണം ഉണ്ട്. ലാ തുനാലുൽ ഖുററു
ഇല്ലാ ബിറുകൂബിൽ ഗററി. എന്ന് വെച്ചാൽ ജിനാസ് ഗൈറു താമിനുള്ള ഉദാഹരണമായി നമ്മൾ സാധാരണ പഠിക്കാറുള്ള ഒരു ഉദാഹരണവും കൂടിയാണ്. ലാ തുനാലുൽ ഗററു, നേട്ടം അത് കരസ്ഥമാവുകയില്ല, ഇല്ലാ ബിറുകൂബിൽ ഗററി, പ്രയാസങ്ങൾ താണ്ടിക്കടന്നെങ്കിലല്ലാതെ. അപ്പോൾ അല്പം പ്രയാസമൊക്കെ നമ്മൾ സഹിക്കേണ്ടി വരും. അങ്ങനെയൊക്കെ ആയെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോ ആദ്യം ചെറിയ ചുവടുവെപ്പുകൾ നമ്മൾ നടത്തി, പിന്നെ അതങ്ങനെ കയറി പോയി ഒരുപക്ഷെ ചിലപ്പോ നമ്മൾ വിചാരിച്ചതിനേക്കാളും കുറച്ച് കൂടുതൽ ചിലപ്പോൾ പഠിക്കാനുണ്ടാവും. അപ്പൊ അങ്ങനെയാണെങ്കിലും അത് ഇട്ടെറിഞ്ഞു പോകുന്നതിലപ്പുറം നമ്മൾ എന്ത് ചെയ്യുക, പരമാവധി എത്തിപ്പിടിക്കാൻ ശ്രമിച്ചാൽ തീർച്ചയായും നമുക്ക് ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റും. എന്നതല്ലാതെ ഒന്നോ രണ്ടോ തവണ നമ്മൾ എന്ത് ചെയ്തു, കുറച്ച് യൂണിറ്റുകളൊക്കെ നോക്കി, കുറച്ച് ക്ലാസ്സുകളൊക്കെ കേട്ടു, അപ്പോ എന്ത് ചെയ്യുക, ഇത് ചിലതൊന്നും മനസ്സിലാവുന്നില്ല അല്ലെങ്കിൽ ഓർമ്മയിൽ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞ് തിരിഞ്ഞു പോകുന്നതിലപ്പുറം പരമാവധി നമ്മൾ നോക്കുക. സിലബസ് ഓറിയന്റഡ് ആയി നമ്മൾ പഠിച്ചോ തീർച്ചയായും നമുക്ക് ലക്ഷ്യത്തിലെത്താൻ പറ്റും. അതിലെപ്പോഴും ഞാൻ പറയാറുള്ളത് വേറെ ആരുടെയും ഉദാഹരണമല്ല, എൻ്റെ ഉദാഹരണം തന്നെയാണ് പറയാറുള്ളത്. കാരണം PG കഴിഞ്ഞ ഉടനെ ഏകദേശം 4 തവണ ഞാൻ നെറ്റ് എഴുതിയിട്ടുണ്ട്. അതേപോലെ B.Ed കൂടെ കംപ്ലീറ്റ് ആയപ്പോൾ എന്ത് ചെയ്തു, സെറ്റ് കൂടി എഴുതാൻ പറ്റും. അപ്പോൾ സെറ്റും 4 തവണ എഴുതിയ ആളാണ് ഞാൻ. പക്ഷെ അന്ന് എനിക്ക് കിട്ടിയിട്ടില്ല. പിന്നീട് ഞാൻ എന്ത് ചെയ്തു, ഏകദേശം ഒരു 8 വർഷം അല്ലെങ്കിൽ ഒരു 7-7.5 വർഷം കഴിഞ്ഞ ശേഷമാണ് പിന്നെ ഞാൻ എന്ത് ചെയ്യണത്, ഇതിലേക്ക് തിരിച്ചു വരുന്നത്. അപ്പോ ആ തിരിച്ചു വരുമ്പോ ഈ പറഞ്ഞ 7.5 അല്ലെങ്കിൽ 8 വർഷം ഗ്യാപ്പ് ഉണ്ട്. പക്ഷെ എന്നിട്ട് പോലും ഞാൻ പിന്നെ എന്ത് ചെയ്തു, ഒരു 5-6 മാസത്തെ പ്രിപ്പറേഷനിലൂടെയാണ് പിന്നെ നെറ്റും സെറ്റും ഒക്കെ നേടിയെടുക്കുന്നത്. അത് നെറ്റും സെറ്റും നേടാൻ വേണ്ടിയിട്ടായിരുന്നില്ല, ഞാൻ ആദ്യം കേട്ടറ്റിന് വേണ്ടിയിട്ടാണ് ആ സമയത്ത് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്തു, അതിന്റെ കൂടെ ഏതായാലും അറബി പഠിക്കുകയാണല്ലോ, കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് വേണ്ടിയിട്ട് എന്ന രൂപത്തിൽ അറബി പഠിക്കുമ്പോൾ അതിനോട് കൂടെ എന്ത് ചെയ്തു, മുമ്പ് കിട്ടാത്ത ആ സെറ്റും നെറ്റും അതിന്റെ ജനറൽ പേപ്പർ കൂടി കുറച്ചുകൂടെ സമയം എടുത്ത് നോക്കേണ്ടി വന്നു. അപ്പൊ എന്ത് ചെയ്തു വെച്ചാൽ 2019 എനിക്ക് എന്ത് ചെയ്യണത്, ഒന്നിച്ച് ഈ പറഞ്ഞ കേട്ടറ്റ് 3ഉം 4ഉം അതേപോലെ തന്നെ സെറ്റും നെറ്റും ഒക്കെ കിട്ടുന്നത്. എന്നാലോ മുമ്പ് ശരിക്കും ഞാൻ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഒന്നുകൂടി എളുപ്പമായിരുന്നു. കാരണം നമ്മൾ PG കഴിഞ്ഞ ഉടനെ അതേപോലെ തന്നെ B.Ed കഴിഞ്ഞ ഉടനെ ഈ പറഞ്ഞ ഭാഗങ്ങളൊക്കെ നമ്മൾ പഠിക്കുക എന്ന് പറയുമ്പോൾ ഏകദേശം നമുക്ക് ടച്ച് ഉള്ള ഒരു സമയമായിരിക്കും. അപ്പോ ശരിക്ക് വേണം എന്ന രൂപത്തിൽ നമ്മൾ അതിനു വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാത്തത് കൊണ്ട് തന്നെ ആ സമയത്ത് കിട്ടിയില്ല. കാരണം അന്ന് എഴുതുമ്പോൾ അറബിക്ക് എഴുതുന്ന ആളെ സംബന്ധിച്ചിടത്തോളം PG ഒക്കെ കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും കോൺഫിഡൻസ് കൂടും. അത് അറബിക്ക് അത്യാവശ്യമൊക്കെ നമുക്ക് കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യില്ല, അറബിക്കിന്റെ ഭാഗങ്ങൾ മിക്കവാറും സിലബസ് ഓറിയന്റഡ് ആയി നോക്കൂല. ജനറൽ പേപ്പർ ആണെങ്കിലോ അത് പിന്നെ നോക്കിയിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നുള്ള ആൾക്ക് എന്ത് ചെയ്യും, അതായിട്ട് നോക്കൂല, അങ്ങനെ പോയി എക്സാം എഴുതാം. എന്നാൽ ഈ 8 വർഷം അല്ലെങ്കിൽ 7.5 വർഷം ഗ്യാപ്പ് എടുത്ത് പിന്നെ എക്സാം എഴുതുന്ന സമയത്ത് അപ്പോഴാണ് എന്തായാലും നേടിയേ തീരൂ എന്ന രൂപത്തിൽ നോക്കുന്നത്. അപ്പൊ കുറച്ച് കൂടുതൽ സമയം അതിനു വേണ്ടിയിട്ട് പഠിക്കേണ്ടിയും വന്നു. പക്ഷെ സിലബസ് ഓറിയന്റഡ് ആയി പഠിച്ചത് കൊണ്ട് എനിക്ക് അത് ലഭിച്ചു. അത് എന്റെ വലിപ്പം പറയാനൊന്നുമല്ല, മറിച്ച് എന്നെക്കാളും ഒരുപക്ഷെ ചിലപ്പോ ഈ സിലബസുമായി അല്ലെങ്കിൽ അറബി ഭാഷയുമായി ടച്ചുള്ള ആളുകളായിരിക്കും എൻ്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന പല ആളുകളും. ചിലരൊക്കെ PG ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അതേപോലെ തന്നെ 1-2 വർഷം മുമ്പ് PG കംപ്ലീറ്റ് ചെയ്ത ആളുകളാണ്. PSC എക്സാമിന് വേണ്ടിയിട്ട് ഇപ്പൊ അടുത്ത് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അപ്പോൾ അറബി ഭാഷയുമായി നല്ല ടച്ചുള്ള ആളുകളായിരിക്കും. അപ്പൊ നിങ്ങൾ കുറച്ചുകൂടെ ഈ ഒരു നെറ്റിൽ വരുന്ന ഭാഗങ്ങൾ ഒന്നുകൂടി നോക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ലക്ഷ്യത്തിലെത്താൻ പറ്റും. അതോടൊപ്പം എല്ലാവരോടും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യവും കൂടി പറയാനുള്ളത്, ഒരുപക്ഷെ ചിലപ്പോൾ മുമ്പ് പ്രിപ്പയർ ചെയ്ത് കിട്ടാത്ത ആളുകളോട് അവരോടാണ് പ്രത്യേകിച്ച് പറയാനുള്ളത്. ഇപ്പൊ കഴിഞ്ഞ തവണ എഴുതി ചെറിയ ഒരു ഭാഗം കൂടി നോക്കിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ കുറച്ചുകൂടി നോക്കിയിരുന്നെങ്കിൽ എനിക്ക് കിട്ടുമായിരുന്നു എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഒരു പക്ഷേ ചിലപ്പോൾ അവള് നമുക്ക് ഹയറായിരിക്കും അത്. കാരണം 2023 ഇപ്പോ ലാസ്റ്റ് എന്ത് ചെയ്തിട്ടുള്ളത്, കോളേജിയറ്റ് എക്സാം കഴിഞ്ഞിട്ടുള്ളത് അല്ലെ. നമ്മളിപ്പോ നെറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിനിയിപ്പോ അടുത്ത നമ്മുടെ പ്രതീക്ഷ വെച്ചാൽ PSC വഴി തന്നെ എന്ത് ചെയ്യണം, കോളേജ് തലങ്ങളിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ആവണം എന്നുള്ളതായിരിക്കും നമ്മുടെ അടുത്ത ലക്ഷ്യം അല്ലെ. കാരണം നെറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതായിട്ട് ഇങ്ങനെ വെറുതെ നമ്മൾ നമ്മുടെ ആ ഒരു ബയോഡാറ്റയിൽ
അതുകൂടി ഉൾപ്പെടുത്തുക എന്നതിലുപരിയായിട്ട് അതുകൊണ്ട് നമുക്കൊരു ഗുണവും കൂടി കിട്ടണമല്ലോ. അപ്പോ അതിനുള്ള ചാൻസ് ഇൻഷാ അള്ളാ ഏകദേശം മിക്കവാറും 2027 അടുത്ത കോളേജിൽ എക്സാം വിളിക്കുക, അല്ലെങ്കിൽ അതിനോട് തൊട്ടടുത്ത് വിളിക്കാൻ സാധ്യതയുണ്ട്. അപ്പോഴേക്ക് നമുക്ക് നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ സാധിച്ചാൽ അപ്പൊ നമുക്കവിടെ അപ്ലൈ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് മാത്രമല്ല, നമ്മൾ ഈ നെറ്റിന് പഠിക്കുന്ന ഭാഗങ്ങൾ തന്നെയാണ് ഈ ഒരു കോളേജിയറ്റ് എക്സാമിനും വരാനുള്ളത്. അതിനോട് അഡീഷണൽ ആയി വളരെ കുറഞ്ഞ ഭാഗങ്ങൾ മാത്രമേ അറബിക്കിന്റെ ആ ഒരു ഭാഗത്ത് നമുക്ക് പിന്നെ നെറ്റ് എക്സാമിന് വേണ്ടിയിട്ട് പിന്നെ കോളേജിയറ്റ് എക്സാമിന് വേണ്ടിയിട്ട് നമുക്ക് നോക്കാൻ ഉണ്ടാവുള്ളൂ. അപ്പോ ആ അർത്ഥത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പോസിറ്റീവായിട്ട് അത് കാണാം. നമുക്ക് ഈ പഠനം ഒന്നുകൂടെ ഒരു പക്ഷേ ചിലപ്പം തുടർത്താനുള്ള ഒരു കാരണം എന്ന രൂപത്തിലായിരിക്കും ആ ഒരു സമയത്ത് നെറ്റ് നമുക്ക് ഒരു പക്ഷെ കിട്ടാതിരുന്നത് ഇന്ന് പോസിറ്റീവായി കാണാം. നേരത്തെ നെറ്റ് അല്ലെങ്കിൽ JRF ഒക്കെ കിട്ടിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ഭാഗമൊക്കെ ഇപ്പൊ ഇങ്ങനെ ടച്ച് വിട്ടിട്ടുണ്ടാവും. ഇനി അവർക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഒന്നുകൂടി ആ കോളേജിയറ്റ് എക്സാമിന് ചിലപ്പോൾ നന്നായി പഠിച്ചെങ്കിലേ അവർക്ക് അതിൽ മുമ്പിലെത്താൻ പറ്റുള്ളൂ. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോ നെറ്റ് എക്സാമിന് ഇപ്പൊ നന്നായിട്ട് നോക്കി നല്ലൊരു നോട്ട് നമ്മുടെ അടുക്കൽ ഉണ്ടാവും. നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി കുറച്ചൊന്ന് പൊടി തട്ടിയെടുക്കുക. അതോടൊപ്പം എന്ത് ചെയ്യുക, ആ സിലബസിൽ ഇനി പുതുതായി വരുന്ന ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ അതുകൂടി നോക്കിയാൽ നമുക്ക് നെറ്റ് ക്വാളിഫൈ ചെയ്യലും അതോടുകൂടെ ആ കോളേജിയറ്റ് എക്സാമിൽ ആദ്യ റാങ്കിൽ എത്താനും ഒരുപക്ഷെ സാധിച്ചേക്കും. വഫഖക്കും അല്ലാഹു ജമീഅൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഇത്തവണ നെറ്റ് ക്വാളിഫൈ ചെയ്യാനും അതുപോലെ തന്നെ സമീപ ഭാവിയിൽ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ നല്ല ഈ ഒരു അറബി ഫീൽഡിൽ തന്നെ ജോലി നേടാനും അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് കൂടെ പ്രാർത്ഥിക്കുകയാണ്. ഇനി 1-2 കാര്യങ്ങൾ നെറ്റ് ആദ്യമായി എഴുതുന്ന ആളുകളെ ഉദ്ദേശിച്ചുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്. അതായത് UGC നെറ്റ് എക്സാം എഴുതാൻ ഉദ്ദേശിക്കുന്ന നമ്മൾ അതിലിപ്പോ PG കഴിഞ്ഞ ആളുകളുണ്ട്, എന്നാൽ ചിലർ PG ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അവരോട് ഓർമ്മപ്പെടുത്താനുള്ളത്, നെറ്റ് നമുക്ക് എഴുതണമെങ്കിൽ മിനിമം എന്ത് ചെയ്യണം, 55% മാർക്ക് നമ്മൾ മാസ്റ്റർ ഡിഗ്രിയിൽ നേടിയിരിക്കണം. അഥവാ MAക്ക് അല്ലെങ്കിൽ PGക്ക് എന്ത് ചെയ്യണം, 55% മാർക്ക് ലഭിച്ചിരിക്കണം. അതിപ്പോ മിക്കവാറും നമ്മളെല്ലാവരും OBC കാറ്റഗറിയിലുള്ള ആളുകളായിരിക്കും. അപ്പോ OBC കാറ്റഗറിയിലുള്ള അതേപോലെ തന്നെ SC ST പിന്നെ ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തുണ്ട്, 5% ഇളവുണ്ട്. അപ്പൊ OBCക്കാർക്ക് അല്ലെങ്കിൽ ഈ പറയപ്പെട്ട റിസർവേഷൻ കാറ്റഗറിയിലുള്ള ആളുകൾക്ക് 5% അതിൽ ഇളവുണ്ട്. അപ്പോ 50% മാർക്ക് MAക്ക് ലഭിച്ച ആർക്കും എന്ത് ചെയ്യാം, ഇതേപോലെ നെറ്റ് എഴുതാവുന്നതാണ്. അപ്പൊ 50% മാർക്കെങ്കിൽ എന്ത് ചെയ്യുക, ഇപ്പൊ PG ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ വാങ്ങാൻ ശ്രമിക്കുക. പിന്നെ നെറ്റിന് ഏജ് ലിമിറ്റ് ഇല്ല. ഏകദേശം മരിക്കുന്നത് വരെ എന്ത് ചെയ്യാം, നെറ്റ് എഴുതാം. അപ്പൊ ഇനി ചിലർ ചിന്തിക്കുന്ന ഇപ്പൊ എത്തവണ കിട്ടിയിട്ടില്ലെങ്കിലും ഇപ്പൊ പ്രശ്നമല്ല, ചെറിയ രൂപത്തിൽ നോക്കാന്ന് വിചാരിക്കരുത്. നമ്മുടെ എയിം എന്ന് പറയുന്നത് ഡിസംബർ എക്സാം തന്നെയാണ്. ഡിസംബർ ആദ്യ ആഴ്ചയിൽ എക്സാം ഉണ്ടാവും എന്ന് തന്നെ വിചാരിച്ച് ഈ എക്സാമിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും, നെറ്റ് ക്വാളിഫൈ ചെയ്യും എന്ന രൂപത്തിൽ തന്നെ പഠനം തുടർത്തുക. എന്നാൽ ആരെങ്കിലും ഇപ്പൊ ശബ്ദം ശ്രവിക്കുന്നവരിൽ ഒരു പക്ഷേ കുറച്ച് പ്രായമായിട്ടുണ്ട്, അപ്പൊ അതിന് എഴുതാൻ സാധിക്കൂലേ എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അവരെ ഉദ്ദേശിച്ച് മാത്രമേ ഞാനിപ്പോ ഈ പറഞ്ഞത്. ഏജ് ലിമിറ്റ് ഇല്ല, എത്രയും വയസ്സായാലും എന്ത് ചെയ്യാം, നെറ്റ് എഴുതാം. ഇനി JRF എയിം ചെയ്യുന്ന ആളുകളാണെങ്കിൽ 30 വയസ്സാണ് അതിന്റെ പരിധി. അതില് ഈ പറഞ്ഞ പോലെ റിസർവേഷൻ കാറ്റഗറിയിലുള്ള ആളുകൾക്ക്, പ്രത്യേകിച്ച് OBC വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കാണെങ്കിൽ 5 വർഷവും കൂടി ഇളവുണ്ട്. 30+5 35 വയസ്സ് വരെ എന്ത് ചെയ്യാം, JRF എയിം ചെയ്ത് പഠിക്കാവുന്നതാണ് എന്ന് ഓർമ്മപ്പെടുത്തണം. അപ്പൊ 35 വയസ്സാവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെന്തായിരുന്നാലും എന്ത് ചെയ്യാം, JRF തന്നെയാണ് എയിം ചെയ്യേണ്ടത്. ആ JRF എന്ത് ചെയ്യണം, ഇത്തവണ വാങ്ങണം. കാരണം ഞാൻ പറഞ്ഞല്ലോ, മാസം ഏകദേശം 50,000 രൂപയുടെ അടുക്കൽ നമ്മൾ ഒന്നും അറിയാതെ എന്ത് ചെയ്യും, നമ്മുടെ അക്കൗണ്ടിലേക്ക് അങ്ങനെ വന്നുകൊണ്ടിരിക്കും 5 വർഷം വരെ. അത് ആദ്യം 43,000 ആയിരിക്കും ഏകദേശം ഉണ്ടാവുക. പിന്നെ 2 വർഷമായാലാണ് ഈ പറഞ്ഞ ഏകദേശം ഒരു 50,000 രൂപയുടെ അടുക്കൽ ഓരോ മാസവും ലഭിക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പോ ഈ ശബ്ദം ശ്രവിക്കുന്ന മിക്കവാറും എല്ലാവരും പല രൂപത്തിൽ ജോലി ചെയ്യുന്ന ആളുകളായിരിക്കും. ഗവൺമെന്റ് സർവീസിലുള്ള ആളുകൾ ഉണ്ടാവാം, എന്നാൽ കൂടുതൽ ആളുകളും അറബി ഫീൽഡിൽ തന്നെ മിക്കവാറും മറ്റു
വ്യത്യസ്ത ജോലികൾ ചെയ്യുന്ന ആളുകളായിരിക്കും. മദ്രസ അധ്യാപകരുണ്ട്, അതേപോലെ തന്നെ പിന്നെ മാനേജ്മെന്റ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. നമുക്കൊക്കെ ഉള്ള വേതന എത്രയാണെന്നത് നമുക്ക് ഓരോരുത്തർക്കും അറിയാം, അല്ലെ? അവിടെയാണ് ഇപ്പോ റിസർച്ച് ചെയ്യുകയാണെങ്കിൽ ഒന്നും അറിയാതെ എന്ത് ചെയ്യണത്, ഈ മാസം ഏകദേശം ഈ പറഞ്ഞ 50,000 രൂപ ലഭിക്കുക എന്ന് പറഞ്ഞാൽ അതെന്തായിരുന്നാലും ചെറിയൊരു തുകയല്ല. അതോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ PhD കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നേടിയെടുക്കാൻ പറ്റും. അപ്പോൾ 35 വയസ്സ് പൂർത്തിയാവാത്ത ആളുകൾ ആ രൂപത്തിൽ JRF തന്നെ എയിം ചെയ്ത് പഠിക്കണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്താണ്. ഇനി നെറ്റിന്റെ കട്ട് ഓഫ്, അറബിക്കിന്റെ കട്ട് ഓഫ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇപ്പോ പുതിയ സിലബസ് വന്നത് മുതൽ ഉള്ള കട്ട് ഓഫ് ആണ്. അപ്പൊ അതില് ഓരോ വർഷവും വേരിയേഷൻ ഉണ്ടാവാറുണ്ട്. ആദ്യത്തെ വർഷം നെറ്റിന്റെ കട്ട് ഓഫ് OBC വിഭാഗത്തിലുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 154 മാർക്ക്, അഥവാ 300-ലാണ്. 300 വെച്ചാൽ 100 ക്വസ്റ്റ്യൻ അറബിക്കിൽ നിന്നാണ്, 50 ക്വസ്റ്റ്യൻ ജനറൽ പേപ്പറിൽ നിന്നും. അങ്ങനെ ടോട്ടലി 150 ക്വസ്റ്റ്യൻ. ഓരോ ക്വസ്റ്റ്യനും 2 മാർക്ക് വീതം ഉണ്ടാവാം. അപ്പൊ ടോട്ടലി 300 മാർക്ക്. ആ 300 മാർക്കിൽ 51.33% മാർക്ക് മതിയായിരുന്നു 2018 ജൂലൈയിൽ ഒരാൾക്ക് നെറ്റ് നേടാൻ. എന്ന് വെച്ചാൽ 154 മാർക്ക് കിട്ടിയ ഒരാൾക്ക് നെറ്റ് നേടാമായിരുന്നു. പിന്നെ തൊട്ടടുത്ത എക്സാം ആയപ്പോൾ അതിൽ ചെറിയ വേരിയേഷൻ വന്നു, 164 അതിനുശേഷമുള്ള എക്സാമിൽ 164. പിന്നെ അതിങ്ങനെ കുറച്ചിങ്ങനെ കൂടിക്കൂടി വന്ന് അതില് 196 ഒരു വർഷം ഉണ്ടായിരുന്നു 2023. അതേപോലെ 190, 198 ആയിരുന്നു 2024. പിന്നെ അതെന്ത് ചെയ്തു, കുറച്ചുകൂടെ അങ്ങോട്ട് കുറഞ്ഞു, 184. ഇപ്പൊ ലാസ്റ്റ് കഴിഞ്ഞ എക്സാമിൽ, ഇപ്പൊ ജൂണിലല്ല, ജൂണിലെ റിസൾട്ട് വന്നിട്ടില്ല, അതിന് തൊട്ട് മുമ്പുള്ള എക്സാമിൽ 186 മാർക്കാണ് കട്ട് ഓഫ് ഉണ്ടായിരുന്നത്. ഏതിൻ്റെത്? നെറ്റിൻ്റെത്. അപ്പോ JRF-ൻ്റെത് പിന്നെ അതിനനുസരിച്ച് ഉള്ള വ്യത്യാസം അവിടെ നമുക്ക് കാണാം. JRF-ൻ്റെത് ആദ്യ വർഷം 196 ആയിരുന്നു, അത് പിന്നെ 200 206 വരുന്നുണ്ട്, 212, അങ്ങനെ പോയി. കൂടിയതിൽ 230 വരെ എത്തിയിരുന്നു. പിന്നെ അത് 222 കുറഞ്ഞു. ലാസ്റ്റ് 218 JRF-ന്റെ കട്ട് ഓഫ് OBC വിഭാഗത്തിൽ വന്നിരുന്നത്. ഓക്കെ, അപ്പോ ഏകദേശം നമുക്കൊരു ധാരണ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് കാണിച്ചിട്ടുള്ളത്. അപ്പൊ ഏകദേശം നമുക്കിപ്പോ ഇത്രയും മാർക്ക്, അപ്പൊ നമ്മള് നെറ്റ് ക്വാളിഫൈ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായും ഏകദേശം എന്ത് ചെയ്യണം, നമുക്കൊരു 190-ന്റെയും 200-ന്റെ ഇടയിൽ മാർക്ക് നമുക്ക് കിട്ടണം. അങ്ങനെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, എയിം ചെയ്യാം. ഒരു 200 മാർക്ക് ഞാൻ എന്ത് ചെയ്യും, വാങ്ങും എന്ന് തന്നെ വിചാരിക്കുക. അതനുസരിച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്യാം. അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മാസ്റ്റർ ഡിഗ്രി ഉള്ള ആളുകളാണ് നമ്മൾ ഏതില്, അറബിക്കില്. അതിൽ തന്നെ 100 ക്വസ്റ്റ്യൻ ഉണ്ട്, അഥവാ 200 മാർക്ക് നമുക്ക് നമ്മുടെ സബ്ജക്റ്റിലുണ്ട്. പിന്നെ 50 ക്വസ്റ്റ്യൻ, അതിന് 100 മാർക്ക്, അതാണ് ജനറൽ പേപ്പർ എന്ന്. അപ്പം ചിലർ ചിന്തിക്കും എന്താ വെച്ചാൽ, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക, അറബി നന്നായിട്ടാണ് നോക്കിയിട്ട് 200 മാർക്ക് എഴുതാൻ വാങ്ങിയാൽ പിന്നെ എന്ത് ചെയ്യേണ്ട, ജനറൽ പേപ്പർ നോക്കണ്ടല്ലോ എന്ന് വിചാരിക്കും. അത് ഏറ്റവും വലിയ അബദ്ധമാണ്. അങ്ങനെ എന്തായിരുന്നാലും എത്ര പ്രിപ്പയർ ചെയ്ത ആളാണെങ്കിലും നമുക്ക് ആ 100 ക്വസ്റ്റ്യനും ശരിയാക്കുക എന്നുള്ളത് മിക്കവാറും സാധിക്കാത്ത കാര്യമാണ്. അപ്പോ നമ്മൾ അറബിക്ക് നന്നായി നോക്കുക, അതോടുകൂടെ എന്ത് ചെയ്യണം, നമ്മളോട് സാധിക്കുന്ന രൂപത്തിൽ ജനറൽ പേപ്പർ കൂടി നോക്കണം. പ്രത്യേകിച്ച് JRF എയിം ചെയ്യുന്ന ആളുകളോട് പറയാനുള്ളത്, നിങ്ങൾ ഒരു മിനിമം ഒരു 38-42 ക്വസ്റ്റ്യൻ എങ്കിലും മിനിമം എന്ത് ചെയ്യണം, നിങ്ങൾ ജനറൽ പേപ്പറിൽ നിന്ന് ശരിയാക്കണം. എങ്കിലേ നിങ്ങൾക്ക് JRF നേടാൻ സാധിക്കുകയുള്ളൂ. കാരണം നമുക്കിപ്പോ കഴിഞ്ഞ കാല ഓരോ എക്സാമുകളിൽ നിന്നുള്ള JRF നേടിയ ആളുകളുടെ അനുഭവം കൂടി വെച്ചിട്ടാണ് ഈ പറയുന്നത്. മിനിമം നമ്മൾ എന്ത് ചെയ്യണം, ഒരു 35-ന്റെയും ഒരു 45-ന്റെയും ഇടയിൽ ക്വസ്റ്റ്യൻ എങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, ശരിയാക്കാൻ ശ്രമിക്കണം. നമുക്ക് JRF-ലേക്കുള്ള വഴി എളുപ്പമാവും. ഇനി അതല്ലെങ്കിൽ എന്ത് ചെയ്യണം, നമുക്ക് അറബിക്ക് അത്രയും ക്വസ്റ്റ്യൻ എന്ത് ചെയ്യണം, ശരിയാക്കാൻ സാധിക്കണം എന്നർത്ഥം. അത് എത്ര നോക്കിയാൽ നമുക്ക് അതിൽ ലിമിറ്റ് ഉണ്ടാവും. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അറബിക്ക് എത്ര പ്രിപ്പയർ ചെയ്താലും നമുക്കതിൽ ശരിയാക്കുന്നതിൽ ഒരു ലിമിറ്റ് ഉണ്ടാവും. കാരണം കുറെ ഭാഗം നമ്മൾ നല്ല രൂപത്തിൽ കോൺഫിഡൻസോട് കൂടിയിട്ടൊക്കെ പഠിച്ച് എക്സാം ഹാളിലും ആ രൂപത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിലും പിന്നെ ആൻസർ കീ വരുന്ന സമയത്ത് നോക്കുമ്പോൾ
പലതും തെറ്റിയിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ പിന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത് ഈ പറഞ്ഞ പോലെ ജനറൽ പേപ്പർ കൂടെ നോക്കുന്ന സമയത്താണ് നമുക്കത് കിട്ടുക. അത് നെറ്റ് ക്വാളിഫൈ ചെയ്യാനൊക്കെ നമുക്ക് സഹായകമാവുന്നത് ഈ രണ്ട് പേപ്പറും ഒരേപോലെ നമ്മൾ പരമാവധി നോക്കുമ്പോഴാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി 10 യൂണിറ്റുകൾ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോവാം. യൂണിറ്റ് 1 അഷ്യാറുൽ അറബി ഹത്തൽ അസ്രിൽ അബ്ബാസി, അറബിക് പോയട്രി അപ് ടു അബ്ബാസിഡ് പീരീഡ് എന്ന് വെച്ചാൽ ജാഹിലി കാലഘട്ടം മുതൽ അബ്ബാസി കാലഘട്ടം വരെയുള്ള കവിത, അറബിക് കവിതയുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളാണ്. അതും അങ്ങനെ ഇപ്പൊ നമുക്ക് കവിതകൾ അങ്ങനെ പ്രത്യേകമായി ആഴത്തിൽ പഠിക്കുക എന്നുള്ളതിലുപരിയായിട്ട് അറബി സാഹിത്യം, ആ സാഹിത്യ മേഖലയിലുള്ള പ്രധാനപ്പെട്ട ആളുകളെ കുറിച്ച് തന്നെയാണ് സാധാരണഗതിയിൽ നമുക്ക് പഠിക്കാനുള്ളത്. അഥവാ ഇപ്പൊ ജാഹിലി കാലഘട്ടമാണെങ്കിൽ അവിടെ മുഅല്ലഖാത്ത്, അതില് സിലബസിൽ പറയപ്പെട്ടത് 4 പേരാണ് മുഅല്ലഖാത്ത്. അപ്പൊ അതില് ആ 4 പേരെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ആഴത്തിൽ പഠിക്കുന്നതോട് കൂടെ അൽ മുഅല്ലഖാത്തു വഅസ്ഹാബുഹ എന്ന ഹെഡിങ് ഉള്ളത് കൊണ്ട് തന്നെ ആ 10 പേരെ കുറിച്ചും ബേസിക് ആയ ഒരു നോളജ് നമുക്കുണ്ടാവണം. കാരണം ആ രൂപത്തിലുള്ള ചോദ്യങ്ങൾ കഴിഞ്ഞ കാല എക്സാമുകളിലൊക്കെ വന്നിട്ടുണ്ട്. ഇമ്രുൽ ഖൈസ്, സുഹൈർ ബിൻ അബി സുൽമ, അൻതറത്ത് ബിൻ ഷദ്ദാദ് അൽ അബസി, അതേപോലെ തന്നെ അംർ ബിൻ കുൽസൂം, ഇങ്ങനെ 4 പേരാണ് അവിടെ പരാമർശിക്കപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ഇപ്പോ തൊട്ട് മുമ്പുള്ള വർഷങ്ങളിൽ ഇപ്പോ തൊറഫയെ കുറിച്ച് ചോദ്യം വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ ആയിഷയെ കുറിച്ച് ചോദ്യം വന്നിട്ടുണ്ട്, പിന്നെ ഹാരിസ് ബിൻ ഹെല്ലിസയെ കുറിച്ച് ചോദ്യം വന്നിട്ടുണ്ട്. അപ്പോ ബേസിക് ആയിട്ടേ അവരെ കുറിച്ച് ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ബേസിക് ആയിട്ട് അവരെ കുറിച്ച് കൂടെ ചോദിക്കും എന്നുള്ള രൂപത്തിൽ തന്നെ പ്രിപ്പയർ ചെയ്യണം. പിന്നെ അടുത്ത ഭാഗം അവിടെ അഷ്വാറ ഉസ്വാലീഖ് എന്ന് പറയുന്ന ഭാഗമാണ്. എന്ന് വെച്ചാൽ സ്വാലൂക്ക് കവികൾ. അപ്പൊ അതിൽ 3 പേരാണ് സിലബസിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആ 3 പേരെ കുറിച്ചും നമ്മൾ എന്ത് ചെയ്യുക, നന്നായിട്ട് നോക്കുക. പിന്നെ അടുത്തത് മുഖ്ലറമുൻ കവികൾ, പിന്നെ ഉമവി കവികളുണ്ട്, അതേപോലെ തന്നെ അബ്ബാസി കാലഘട്ടത്തിലെ പ്രസിദ്ധരായ 7 പേരെയാണ് നമുക്ക് സിലബസിൽ പഠിക്കാനുള്ളത്. അത്രയുമായാൽ യൂണിറ്റ് 1 കഴിഞ്ഞു. പിന്നെ അടുത്തത് യൂണിറ്റ് 2 ആണ് അന്നസറുൽ അറബി ഹത്തൽ അസ്രിൽ അബ്ബാസി. അതേപോലെ അവിടെ പ്രോസ് ആണ് മാത്രം, ഗദ്യ സാഹിത്യവുമായി ബന്ധപ്പെട്ട ഭാഗമാണ്. അപ്പൊ അതില് ഫന്നുൽ ഖത്വാബയിൽ നിന്ന് തുടങ്ങി മക്കാമ കഴിഞ്ഞു ഖസസ് വരെയുള്ള ഭാഗമാണ് നമുക്കതിൽ പഠിക്കാനുള്ളത്. അഥവാ ജാഹിലി കാലഘട്ടത്തിൽ പ്രധാനമായിട്ട് ഫന്നുൽ ഖത്വാബയാണ്. ഇസ്ലാമിക കാലഘട്ടത്തിലും ആ രൂപത്തിൽ തന്നെയാണ് വരുന്നത്. പിന്നെ അബ്ബാസി കാലഘട്ടം ആകുമ്പോൾ അവിടെ റസായിൽ എന്ന് പറയുന്ന ഏരിയയാണ് പ്രധാനമായി വരുന്നത്. റസായിലിനോട് കൂടെ മക്കാമയും പിന്നെ മറ്റു അനറബികളായ ആളുകൾ അറബി പഠിച്ച് അവരെന്ത് ചെയ്തു വെച്ചാൽ അവരുടെ നാട്ടിലെ കലകൾ കൂടി, അല്ലെങ്കിൽ അവിടുത്തെ കഥകൾ, പിന്നെ അവിടുത്തെ സാഹിത്യങ്ങൾ എന്ത് ചെയ്തു വിവർത്തനം ചെയ്തു വരുന്ന ആ ഒരു കാലഘട്ടമാണ് അബ്ബാസി കാലഘട്ടം. അപ്പൊ അതുകൊണ്ട് തന്നെ അതിലേറ്റവും പ്രസിദ്ധമായ ചില വർക്കുകൾ, ഇപ്പൊ ഖലീല വദിംനയെ പോലെ, അതേപോലെ തന്നെ അൽഫുലൈലത്തിൻ വലൈല എന്ന് പറയുന്ന ആ പിന്നെ കൃതിയെ പോലെ ഉള്ള ചില കൃതികളാണ് നമുക്ക് അവിടെ എന്ത് ചെയ്യാനുള്ളത്, പഠിക്കാനുള്ളത്. ഗദ്യ സാഹിത്യം. പിന്നെ 3ാമത്തെ യൂണിറ്റ് മോഡേൺ പീരീഡുമായി ബന്ധപ്പെട്ട ഒരു ഭാഗമാണ്, അഥവാ അദബുൽ മഹജർ. പിന്നെ മറ്റൊന്ന് അദബുൽ ഉദ്ദുലുസിയാണ്. അത് ഏകദേശം അദബുൽ ഖദീം എന്ന് പറയുന്ന അബ്ബാസി കാലഘട്ടത്തിന്റെ സമാന്തരമായി തന്നെ സ്പെയിനിലെ അറബി സാഹിത്യവുമായി ബന്ധപ്പെട്ട് വരുന്ന ഭാഗമാണ്. അപ്പൊ അതാണ് 3ാമത്തെ യൂണിറ്റ്. 4ാമത്തെ യൂണിറ്റ് ക്രിട്ടിസിസവുമായി ബന്ധപ്പെട്ട യൂണിറ്റ് ആണ്. അതില് ജാഹിലി കാലഘട്ടം മുതൽക്ക് ഇങ്ങോട്ട് ആധുനിക കാലഘട്ടം വരെയുള്ള അറബിക് ക്രിട്ടിസിസം, അതിലും ക്രിട്ടിസിസം എന്ത്, അല്ലെങ്കിൽ ആ ക്രിട്ടിസിസവുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളിൽ നിന്നല്ല നമുക്ക് കൂടുതലായിട്ട് ചോദ്യങ്ങൾ വരുന്നതും അതേപോലെ തന്നെ പഠിക്കാനുള്ളതും. അതിലപ്പുറം ക്രിട്ടിക്സിനെ കുറിച്ച്, പ്രധാനപ്പെട്ട പ്രൊമിനന്റ് ക്രിട്ടിക്സ് എന്ന് പ്രത്യേകമായി സിലബസിൽ പറയപ്പെട്ട ആ ഭാഗം ഊന്നി തന്നെയാണ് നമുക്കവിടെ ചോദ്യങ്ങളൊക്കെ വരാറുള്ളത്. പിന്നെ അടുത്തത് യൂണിറ്റ് 5 ആണ്, ഇൽമുൽ ബലാഗ, അതേപോലെ തന്നെ ഇൽമുൽ അറൂദ്, റിട്ടോറിക് ആൻഡ് പ്രോസഡി. ഈ ഭാഗവും മിക്കവാറും നമ്മൾ പഠിച്ച ഭാഗം തന്നെ ആയിരിക്കും. ഇപ്പൊ പ്രിലിമിനറിക്കോ അല്ലെങ്കിൽ ഡിഗ്രിക്കോ PGക്കോ ഒക്കെ കുറച്ചെങ്കിലും പഠിച്ച ആളുകളായിരിക്കും നമ്മൾ ഓരോരുത്തരും.
അപ്പൊ അതിലൊന്നുകൂടി ഇനി പഠിച്ച ആളുകളാണെങ്കിലും പഠിക്കാത്ത ആളുകളാണെങ്കിലും ഒക്കെ നമ്മൾ അതിന് കൃത്യമായി സിലബസ് ഓറിയന്റഡ് ആയി പഠിച്ചാൽ ഏകദേശം ആ ഭാഗത്ത് നിന്ന് നമുക്ക് പൂർണ്ണമായും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ഇതിൽ ഓരോ യൂണിറ്റും ഇങ്ങനെ കഴിഞ്ഞ കാല ചോദ്യപേപ്പറുകളിൽ വന്നത് നോക്കുമ്പോൾ മിക്കവാറും ഇപ്പോൾ ഓരോ യൂണിറ്റിനും ഒരു 10 ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ ഇതിൽ ഏകദേശം വരേണ്ടത്. കാരണം 10 യൂണിറ്റ്, അതിന് ഓരോന്നിനും 10 ക്വസ്റ്റ്യൻസ് വന്നാൽ 10 × 10 100. അങ്ങനെയാണ് ഇപ്പോൾ ഏകദേശം ക്വസ്റ്റ്യൻ വരേണ്ടത്. അപ്പൊ അത് ചിലപ്പോൾ എന്ത് ചെയ്യാറുണ്ട്, ചിലപ്പം അത് ഏറ്റ വ്യത്യാസം ഉണ്ടാവാറുണ്ട്. അതിലിപ്പോ ചെറിയ യൂണിറ്റ് ആണ് യൂണിറ്റ് 6, അതേപോലെ തന്നെ യൂണിറ്റ് 8, ഇതൊക്കെ ചെറിയ യൂണിറ്റ് ആണ്. അപ്പൊ അതിന് ചിലപ്പോ ക്വസ്റ്റ്യൻസ് കുറയും. യൂണിറ്റ് ചെറുതായി എന്നുള്ളത് കൊണ്ട് ക്വസ്റ്റ്യൻ കുറയുമെന്നല്ല, ചിലപ്പോ 12 ചോദ്യം ഒരു തവണ യൂണിറ്റ് 8 നിന്ന് ഒരു വർഷം ചോദിച്ചിട്ടുണ്ട്. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻ ഇടുന്ന ആൾക്കനുസരിച്ച് ചിലപ്പോൾ എന്ത് ചെയ്യും, അത് ഏറ്റ വ്യത്യാസം ഉണ്ടാവാം. എന്നാലും ചിലപ്പോ ചില അധ്യായങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ചില യൂണിറ്റുകളിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻ വരും. അപ്പോൾ അതെന്ത് ചെയ്യും, വേറെ യൂണിറ്റ് നിന്നായിരിക്കും ചോദിക്കുക. ഉദാഹരണമായിട്ട് യൂണിറ്റ് 7 ഒരുപാട് ആളുകൾ നമുക്ക് സിലബസിൽ പഠിക്കാനുള്ള ഒരു യൂണിറ്റ് ആണ് യൂണിറ്റ് 7. അപ്പോ അതിൽ നിന്ന് എന്ത് ചെയ്യാണ്, ക്വസ്റ്റ്യൻ ഇടുന്ന ആളിപ്പോ ഒരു 15 ക്വസ്റ്റ്യൻ ഇട്ടാൽ, അതേപോലെ തന്നെ യൂണിറ്റ് 4 ക്രിറ്റിസിസത്തിൽ നിന്ന് ഒരു 12 ചോദ്യം, അങ്ങനെ കുറച്ച് യൂണിറ്റുകളിൽ നിന്ന് കുറച്ച് കൂടുതൽ ചോദ്യം വന്നാൽ സ്വാഭാവികമായിട്ടും മറ്റു ചില യൂണിറ്റുകളിൽ നിന്ന് എണ്ണം കുറയും. അത് ചിലപ്പോൾ യൂണിറ്റ് 1 നിന്ന് ചിലപ്പോൾ കുറഞ്ഞേക്കാം, അല്ലെങ്കിൽ 2 നിന്ന് കുറയാം. അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റ വ്യത്യാസം ഉണ്ടാവും. എന്നാൽ അത് മിക്കവാറും ഏകദേശം ഒരു 10 ക്വസ്റ്റ്യൻ എന്ന രൂപത്തിൽ ഒരു ആവറേജ് ക്വസ്റ്റ്യൻ വന്നൊരു യൂണിറ്റ് ആണ് ഇപ്പോൾ യൂണിറ്റ് 5, അതേപോലെ യൂണിറ്റ് 4 എന്നൊക്കെ പറയുന്നത്, അതേപോലെ യൂണിറ്റ് 9. ഇതൊക്കെ എപ്പോഴും അത്യാവശ്യം ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന യൂണിറ്റ് ആണ്. അപ്പൊ ആ അർത്ഥത്തിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. എന്നാലോ ഏതെങ്കിലും യൂണിറ്റ് നമ്മൾ മാറ്റി വെക്കരുത്, എല്ലാ യൂണിറ്റും നമ്മൾ പഠിക്കണം. അപ്പൊ അതിൽ പഠിച്ചാൽ എന്തായിരുന്നാലും ചോദ്യങ്ങൾ വരാവുന്ന യൂണിറ്റ് ആണ് ഇപ്പൊ ഈ പറഞ്ഞ യൂണിറ്റുകളൊക്കെ. പിന്നെ യൂണിറ്റ് 6 അഹമ്മുൽ മസ്വാദിരി വൽ മറാജീൻ അറബിയ, ഇമ്പോർട്ടന്റ് അറബിക് സോഴ്സസ് ആൻഡ് റെഫറൻസസ്, പ്രധാനപ്പെട്ട റെഫറൻസ് ഗ്രന്ഥങ്ങളാണ്. നമുക്ക് ഏകദേശം 17ഓളം ഗ്രന്ഥങ്ങൾ ആണ് നമുക്കതിൽ പഠിക്കാനുള്ളത്. പിന്നെ അൽ അദബുൽ അറബി അൽ ഹദീസ്, മോഡേൺ അറബിക് ലിറ്ററേച്ചർ. ഞാൻ നേരത്തെ പറഞ്ഞു കുറച്ച് കൂടുതൽ ഏരിയ വരുന്ന ഒരു യൂണിറ്റ് ആണ്. ഇനി മോഡേൺ പീരീഡുമായി ബന്ധപ്പെട്ട ഒരു യൂണിറ്റ് തന്നെയാണ് അൽ ഇത്തിജാഹാത്തു വൽ ഹറക്കാത്ത് വൽ മദാരിസ് അദബിയ്യ, ലിറ്റററി ട്രെൻഡ്സ്, മൂവ്മെന്റ്സ് ആൻഡ് സ്കൂൾസ്. മോഡേൺ പീരീഡിൽ വന്ന പുതിയ ചില സാഹിത്യ സംഘടനകൾ, അതായത് വെസ്റ്റേൺ ശബ്ദം ഉണ്ടാകൽ. അപ്പോ മോഡേൺ പീരീഡിൽ മറ്റു പിന്നെ പാശ്ചാത്യൻ സാഹിത്യങ്ങളിൽ ഉള്ള സ്വാധീനങ്ങൾ ഈ ഒരു അറബി സാഹിത്യത്തിലേക്ക് കൂടെ പിന്നെ സ്വാധീനം ചെലുത്തി വന്നിട്ടുള്ള ഭാഗങ്ങൾ. അതിലിപ്പോ ചില സ്കൂൾസ്, ഇപ്പൊ നമ്മളിപ്പോ മഹജർ ലിറ്ററേച്ചറിലാണെങ്കിൽ അവിടെ പഠിക്കുന്ന ചില സാഹിത്യ സംഘടനകളുണ്ട്. അതേപോലെ തന്നെ ചില പ്രദേശത്തേക്ക് ചേർത്തിയിട്ട് വരുന്ന സാഹിത്യ സംഘടനകൾ, അതേപോലെ തന്നെ മൊത്തത്തിൽ ചില മൂവ്മെന്റ്സ്, ഈ ഒരു അറബി സാഹിത്യത്തിൽ സ്വാധീനമുണ്ടാക്കിയിട്ടുള്ള മൂവ്മെന്റ്സ്, ഇതൊക്കെയാണ് നമുക്കതിൽ പഠിക്കാനുള്ളത്. പിന്നെ യൂണിറ്റ് 9 ആണ് അൽ അദബുൽ അറബി അൽ ഹിന്ദി. മിക്കവാറും എല്ലാ എക്സാമുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പഠിക്കുന്ന ഒരു ഭാഗമാണ്. അതൊന്നുകൂടെ സിലബസ് ഓറിയന്റഡ് ആയി നമ്മുടെ ഈ ഒരു യൂണിറ്റ് 9 കുറച്ച് ആളുകളെ കുറിച്ച്, അതിപ്പോ ഗദ്യ സാഹിത്യത്തിലും പദ്യ സാഹിത്യത്തിലും വന്ന ആളുകളെ കുറിച്ചും അതേപോലെ തന്നെ അവരുടെ പ്രധാനപ്പെട്ട ചില ഗ്രന്ഥങ്ങളെ കുറിച്ചുമാണ് അവിടെ നമുക്ക് പഠിക്കാനുള്ളത്. പിന്നെ യൂണിറ്റ് 10 എന്ന് പറയുന്നത് തർജുമ അൽ അറബിയ. അതിലിപ്പോ ട്രാൻസ്ലേഷൻ ആണ്, അറബിയിൽ നിന്ന് ഇംഗ്ലീഷിലേക്കും ഇംഗ്ലീഷിൽ നിന്ന് അറബിയിലേക്കും വരുന്ന ട്രാൻസ്ലേഷൻസ്. അപ്പൊ അത് പിന്നെ ഒരു നമുക്ക് കുറച്ച് ഏരിയകൾ വെച്ച് അങ്ങനെ പഠിക്കാവുന്ന ഒരു ഭാഗമല്ല, മറിച്ച് ഏകദേശം എങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വരുന്നത് എന്ന് മനസ്സിലാക്കുകയും അതനുസരിച്ച് നമ്മുടെ വൊക്കാബുലറി നമ്മൾ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുകയുമാണ് വേണ്ടത്. അതായത് ഇപ്പൊ മോഡേൺ അറബിക് പ്രയോഗങ്ങൾ, അതേപോലെ തന്നെ പത്ര ശൈലികള്,
അതൊക്കെ നമ്മൾ സ്വായത്തമാക്കാനാണ് ശ്രമിക്കേണ്ടത്. ഏതായാലും എങ്ങനെയാണ് ആ ഒരു യൂണിറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ടത്, അതേപോലെ തന്നെ സാധാരണ വരാൻ സാധ്യതയുള്ള ഭാഗങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസ് നിങ്ങൾക്ക് ലഭിക്കും. പിന്നെ അത്തത്ബീഖാത്തുൽ ലുഗവിയ്യ എന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ടും നമ്മൾ അറബി ഭാഷയുമായി ബന്ധപ്പെടുന്ന ആളുകളാണ്. അപ്പോ ഇതിൽ ശരിക്ക് അറബിക് ഗ്രാമർ വരേണ്ടതുണ്ട്. പക്ഷെ നമുക്കങ്ങ് ഗ്രാമർ എന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് ഒരു യൂണിറ്റ് ഒന്നുമില്ല. പിന്നെ ഇപ്പോ ഗ്രാമറുമായി ബന്ധപ്പെട്ട ചില ക്വസ്റ്റ്യൻസ് ചില എക്സാമുകളിൽ കൂടുതലായിട്ട് വരാറുണ്ട്. അപ്പൊ അത് ഈ ഒരു തത്ബീഖാത്തുൽ ലുഗവിയ്യ എന്ന് പറയുന്ന ഭാഗവുമായി ബന്ധപ്പെട്ടായിരിക്കും ആ ഒരു ക്വസ്റ്റ്യൻസ് വരുന്നത്. പിന്നെ മാലൂമാത്ത് ആമ്മ എന്ന് വെച്ചാൽ അറബിക് GK ആണ്. അറബ് ലോകവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ചില അടിസ്ഥാനപരമായ കാര്യങ്ങൾ, അതാണ് ഇപ്പൊ ആ ഒരു ഭാഗത്ത് വരുന്നത്. അപ്പൊ ഇത്രയുമാണ് നമുക്ക് ടോട്ടലി ഈ ഒരു പിന്നെ അറബിക്കിന്റെ സിലബസിൽ പഠിക്കാനുള്ളത്. അത് കൃത്യമായിട്ട് ഓരോ ഭാഗവും നിങ്ങൾക്ക് വിശദീകരിച്ചു കൊണ്ട് തന്നെയുള്ള ക്ലാസ്സുകളും അതേപോലെ തന്നെ ആ ഭാഗത്ത് നിന്ന് വന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ അനാലിസിസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സുകൾ തന്നെയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. അത് ഫോളോ ചെയ്ത് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും ഏറ്റവും വലിയ ഒരു കാര്യമായിട്ട് ഇനി എടുക്കേണ്ടത്. എന്ന് വെച്ചാൽ ഓരോ യൂണിറ്റിന്റെയും ക്ലാസ്സുകൾ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. പിന്നെ നമുക്കിപ്പോ ലാസ്റ്റ് കഴിഞ്ഞ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് അത് നമുക്ക് ചെയ്യാം. അപ്പൊ എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കേണ്ടത് എന്നുള്ളതും നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. അതനുസരിച്ച് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മൾ നന്നായിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ഒരു പഠനത്തിന്റെ ഭാഗമായിട്ട് നമ്മളൊന്ന് ചെയ്യാം. ഓരോ ക്ലാസ്സിലും അതാത് യൂണിറ്റുമായി ബന്ധപ്പെട്ട് വന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചർച്ച ചെയ്യും. അതോടുകൂടെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ പിന്നെ പഠനത്തിന്റെ ഭാഗമായിട്ട് മുമ്പ് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറുകൾ എന്തായിരുന്നാലും എല്ലാ ക്വസ്റ്റ്യൻസും ഒന്ന് എത്ര എണ്ണം നമുക്ക് കവർ ചെയ്യാൻ പറ്റും അത്രയും ക്വസ്റ്റ്യൻസ് സ്വന്തമായിട്ടൊന്ന് നോക്കി പോവാനും കൂടി ശ്രമിക്കാം. അങ്ങനെയൊക്കെ ആവുമ്പോഴാണ് നമുക്ക് ലക്ഷ്യത്തിലെത്താൻ പറ്റുക. ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനും പ്രധാനമായി ഉണ്ടാവേണ്ടത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള പഠനം. അപ്പൊ അത് ഇൻഷാല്ല സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള പഠനം നിങ്ങൾക്ക് ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. നോട്ട്സും കാര്യങ്ങളൊക്കെ അത് രൂപത്തിൽ ലഭിക്കും. മറ്റൊന്ന്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മൾ നന്നായിട്ട് അനാലിസിസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൂടെ എന്ത് ചെയ്യണം, നിങ്ങൾ ഇതിന്റെ കൂട്ടത്തിൽ നടത്തണം. പിന്നെ നമ്മൾ എത്ര തന്നെ പഠിച്ചിട്ടും കാര്യമില്ല, ആ പഠിച്ച കാര്യങ്ങൾ നമ്മുടെ ഓർമ്മയിൽ നിൽക്കുന്നുണ്ടോ, അതേപോലെ തന്നെ പഠിച്ചത് കൃത്യമായ റൂട്ടിലാണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ക്വസ്റ്റ്യൻസ് ആണ്, മോഡൽ ക്വസ്റ്റ്യൻസ്. അപ്പോ നിങ്ങൾക്ക് മോഡൽ ടെസ്റ്റുകൾ ലഭിക്കുന്ന സമയത്ത് അവ നമ്മൾ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അതിനൊരു സമയം നമ്മൾ കണ്ടെത്തന്നെ ചെയ്യണം. എന്ന് വെച്ചാൽ മോഡൽ ക്വസ്റ്റ്യൻ പിന്നെ ഗൂഗിൾ ഫോം വഴിയാണ് ലഭിക്കുക. അപ്പൊ നമ്മള് അത് ഒന്നോ രണ്ടെണ്ണോ ഒക്കെ ചെയ്ത് പിന്നെ എന്ത് ചെയ്തു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് വേഗം ഇപ്പൊ ഒരു 20 ക്വസ്റ്റ്യൻസ് ആണുള്ളത് എങ്കിൽ ആ 20 ക്വസ്റ്റ്യൻ ഒരു 10 മിനിറ്റ് കൊണ്ട് വേഗം ചെയ്ത് അങ്ങോട്ട് പോവുക എന്നതിലുപരിയായിട്ട് നമ്മൾ ഓരോ ക്വസ്റ്റ്യനും അതിന്റെ ഓപ്ഷൻ കൃത്യമായി വായിച്ച് എന്നിട്ട് പിന്നെ ഏതാണോ നമുക്ക് ആൻസർ ആയി തോന്നുന്നത് അത് ആൻസർ കൊടുത്ത് പിന്നെ അവസാനം ആ 20 ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ വ്യൂ സ്കോർ നോക്കിക്കഴിഞ്ഞാൽ അവിടെ മാർക്ക് കാണാൻ പറ്റും. ഇപ്പൊ 20 ആണെങ്കിൽ ഓരോന്നും 2 മാർക്ക് വീതമാകുമ്പോൾ 40-ലായിരിക്കും മാർക്ക് വരിക. അപ്പൊ ചിലപ്പോൾ നമുക്കവിടെ ഒരു 22 മാർക്കായിട്ടും ചിലപ്പോൾ ലഭിച്ചിട്ടുണ്ടാവാം. എന്ന് വെച്ചാൽ 11 ശരിയായിട്ടുണ്ടാവുള്ളൂ. ചിലപ്പോ നമുക്ക് പിന്നെ ഒരു 10 മാർക്കേ ലഭിച്ചിട്ടുള്ളൂ എന്ന് വിചാരിക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒന്നുകൂടെ എന്ത് ചെയ്യണം, ഓരോ ക്വസ്റ്റ്യനും നോക്കണം ഏതൊക്കെയാണ് തെറ്റിയത്, എന്നിട്ട് ഏതാണ് അതിന്റെ കറക്റ്റ് ആൻസർ എന്ന് നമ്മൾ വായിച്ച് ആ രൂപത്തിൽ മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് ആ ഒരു മോഡൽ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന ഗുണം നമുക്ക് ഉണ്ടാവുള്ളൂ. ഇങ്ങനെയൊക്കെ നമ്മൾ ഇനി കുറച്ച് സമയം നമ്മൾ നീക്കി വെച്ചാൽ മാത്രമായിരിക്കും നമുക്ക് നമ്മുടെ ഏറ്റവും വലിയ ഈ സമയത്തുള്ള ലക്ഷ്യമായ JRF എന്ന് പറയുന്ന ആ ഒരു കടമ്പ കടക്കാൻ സാധിക്കും. അറബിക്കിൽ നമുക്ക് പഠിക്കാനുള്ളത് ഇത്രയും ഏരിയകളാണ്. ഇതിനെ നമുക്ക് വേണമെങ്കിൽ 3 ഏരിയകളാക്കി തിരിക്കാം. എന്ന് വെച്ചാൽ ഈ 10 യൂണിറ്റുകളെയും നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം, 3 മേഖലകളാക്കി തിരിക്കാം. അത് ഒന്നാമത്തത് അൽ അദബുൽ ഖദീം എന്ന് വേണമെങ്കിൽ പറയാം, ഒരു ഏരിയ. രണ്ടാമത്തത് അൽ അദബുൽ ഹദീദ്. പിന്നെ മൂന്നാമത്തെ ഭാഗം സലാസു വഹദാത്തിൻ ഉഖറ. ഇതിൽ രണ്ടിലും പെടാത്ത 3 വഹദകളുമാണ് ഉള്ളത്. അതെങ്ങനെയാണ് നമുക്ക് പറയാം? ഒന്നാമത്തെ അൽ അദബുൽ ഖദീം. അദബുൽ ഖദീം എന്ന് വെച്ചാൽ ക്ലാസിക്കൽ ലിറ്ററേച്ചർ എന്ന് വേണമെങ്കിൽ പറയാം.
ക്ലാസിക്കൽ ലിറ്ററേച്ചർ. അപ്പോ അറബി സാഹിത്യത്തിൽ ക്ലാസിക്കൽ ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ജാഹിലി കാലഘട്ടം മുതൽക്ക് ഇങ്ങോട്ട് അബ്ബാസി കാലഘട്ടവും അതേപോലെ തന്നെ മോഡേൺ പീരീഡ് വരുന്നതിന്റെ തൊട്ട് മുമ്പുള്ള അസറുൽ ഇൻഹിത്വാത്ത് എന്ന് പറയുന്ന ഒരു കാലഘട്ടമുണ്ട്. അതുവരെയുള്ള കാലഘട്ടമാണ് ശരിക്കും സാധാരണഗതിയിൽ അദബുൽ ഖദീം എന്നതിൽ എണ്ണാറുള്ളത്. അപ്പൊ നമുക്കതിലിപ്പോ സിലബസിൽ നമുക്ക് പഠിക്കാനുള്ളത് അബ്ബാസി കാലഘട്ടം വരെയാണ്. അപ്പൊ അതില് നമുക്ക് അപ്പൊ ഏതൊക്കെ യൂണിറ്റ് ഉൾപ്പെടുത്താം? ഒന്ന് യൂണിറ്റ് 1 മുഴുവനായിട്ട് അതിൽ വരും. അതേപോലെ യൂണിറ്റ് 2 അതിൽ വരും. പിന്നെ യൂണിറ്റ് 3 2 ഭാഗങ്ങൾ വരുന്നുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് അദബുൽ മഹ്ജറും അതേപോലെ അൽ അദബുൽ ഉന്ദുലുസിയുമാണ്. അതില് അൽ അദബുൽ ഉന്ദുലുസി എന്ന് പറയുന്ന ഭാഗവും ഈ ഒരു ഏരിയയിലാണ് വരുന്നത്. പിന്നെ അടുത്തത് യൂണിറ്റ് 4 ആണ്. യൂണിറ്റ് 4 അൻ നഖ്ദു ഫിൽ അസ്റിൽ ജാഹിലി മുതൽക്ക് ഇങ്ങോട്ട് ഇലൽ അസ്റിൽ അബ്ബാസി വരെ. അങ്ങനെ 4ാമത്തെ യൂണിറ്റിന്റെ അബ്ബാസി കാലഘട്ടം വരെയുള്ള നഖദ് ഈ ഒരു അദബുൽ ഖദീമിലാണ് വരിക. അതേപോലെ യൂണിറ്റ് 6 യൂണിറ്റ് 6 നമുക്കൊരു ഏകദേശം 14 പുസ്തകങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതില് 3 പുസ്തകം, അവസാനത്തെ 3 പുസ്തകം മോഡേൺ പീരീഡിലുള്ള ഒരാൾ എഴുതിയിട്ടുള്ള പുസ്തകമാണ്. എന്നുവെച്ചാൽ അഹ്മദ് അമീൻ എന്ന് പറയുന്ന ഒരു സാഹിത്യകാരൻ എഴുതിയിട്ടുള്ള ഗ്രന്ഥങ്ങളാണ് നമുക്ക് 3 വരുന്നത്. ആ ഗ്രന്ഥങ്ങൾ ഒഴികെയുള്ള ബാക്കിയുള്ള ഗ്രന്ഥങ്ങളെല്ലാം ഈ ഒരു അദബുൽ ഖദീം എന്ന് വെച്ചാൽ അബ്ബാസി കാലഘട്ടത്തിലാണ് മിക്കവാറും അതിലുള്ള പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുള്ളത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇത്രയും ഏരിയകൾ അദബുൽ ഖദീമിൽ വരുന്നതാണ്. ഇനി അടുത്തതോ അൽ അദബുൽ ഹദീസ്. അദബുൽ ഹദീസിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്നത് ഒന്ന് യൂണിറ്റ് 7 തന്നെ, അതിൽ മുഴുവനായിട്ടും നമുക്ക് അദബുൽ ഹദീസിലുള്ള ആളുകളാണ് വരുന്നത്. പിന്നെ യൂണിറ്റ് 8 അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സാഹിത്യ സംഘടനകള്, ട്രെൻഡ്സ്, അതാണ് നമുക്ക് അതിൽ പഠിക്കാനുള്ളത്. അതും യൂണിറ്റ് ഈ ഒരു അദബുൽ ഹദീസിൽ വരുന്നതാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ യൂണിറ്റ് 4 നഖദ് ഫിൽ അസ്റിൽ ഹദീസ്, ആധുനിക കാലഘട്ടത്തിലെ നിരൂപണം, സാഹിത്യ നിരൂപണം, ആ ഏരിയയിൽ വരുന്ന കുറച്ച് നിരൂപകന്മാരെ കുറിച്ച് പഠിക്കാനുണ്ട്. പിന്നെ യൂണിറ്റ് 3 അദബുൽ മഹ്ജറും, അതും നമുക്ക് ഈ ഒരു അദബുൽ ഹദീസിന്റെ ഏരിയയിലാണ് ഉൾപ്പെടുത്താൻ പറ്റുക. അപ്പോ ഇങ്ങനെ 2 ഭാഗങ്ങളായി. ഇനി ഒരു ഏരിയ നമ്മൾ സലാസു വഹദാത്തിൻ നുഖറ എന്ന് പറഞ്ഞു. ഇതല്ലാത്ത 3 വഹദകൾ അത് ഏതൊക്കെയാണ്? ഒന്ന് അദബുൽ ഹിന്ദി യൂണിറ്റ് 9, അതേപോലെ യൂണിറ്റ് 10 എന്ന് പറയുമ്പോൾ അതിൽ തർജുമ, അതേപോലെ മാലൂമാത്തുൽ അമ്മ തുടങ്ങിയിട്ടുള്ള ആ യൂണിറ്റ് 10 ആണ്. ഇനി അതേപോലെ ഒരു യൂണിറ്റ് കൂടിയാണ് പിന്നെ അതിൽ വരാനുള്ളത്. അതേതാ? യൂണിറ്റ് 5 ഇൽമുൽ ബലാഗ വൽ അറൂദ്. ഇങ്ങനെ 3 യൂണിറ്റുകൾ കൂടെയാണ് ഈ ഒരു സലാത്ത് വഹദാത്തിൻ നുഖറ എന്ന ഏരിയയിൽ വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് നമ്മുടെ ഒരു സിലബസുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനിയിപ്പോ നമുക്ക് ഈ ഏരിയയിൽ നിന്ന് എങ്ങനെയാണ് ചോദ്യങ്ങൾ വന്നത് എന്നുള്ളത് കൂടി ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. നമുക്ക് 2023 വന്ന നെറ്റിന് ചോദിച്ച, ഇപ്പൊ ലാസ്റ്റ് കഴിഞ്ഞ നെറ്റ് എക്സാമിന് ചോദിച്ച ഒരു ചോദ്യമാണ്. ഇവിടെ ചോദ്യം നോക്കുക. സിൽ മാ ഫിൽ അമൂദി അലിഫ് മഅ മാ യുനാസിബുഹു ഫിൽ അമൂദി ബാ. എന്ന് വെച്ചാൽ ഇവിടെ 2 കോളങ്ങൾ കൊടുത്തിട്ടുണ്ട്. അമൂദ് എന്ന് വെച്ചാൽ കോളം. അതിൽ 1ാമത്തെ കോളം അലിഫ് എന്ന കോളത്തിൽ ഉള്ളതിനോട് യോജിക്കുന്നത് ബി ബാ എന്ന് പറയുന്ന കോളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കാനാണ്. എന്നിട്ടോ നമ്മളിത് യോജിപ്പിക്കേണ്ടത് ഇതിലാണ് യോജിപ്പിക്കേണ്ടത്. ABCD ഇതിൽ നിന്നാണ് നമ്മൾ ആൻസർ തിരഞ്ഞെടുക്കേണ്ടത്. ഇതൊന്ന് നിങ്ങൾ ആൻസർ ചെയ്ത് നോക്കൂ. നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത് ചാറ്റ് ബോക്സിലാണ്. ഏതാണോ നിങ്ങൾക്ക് കിട്ടിയ ആൻസർ, A ആണെങ്കിൽ A, B ആണെങ്കിൽ B, C ആണെങ്കിൽ C, D ആണെങ്കിൽ D, എല്ലാവരും ആൻസർ ചെയ്യണം, നിർബന്ധമാണ്. തെറ്റുന്നത് വിഷയേ അല്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങളൊക്കെ അത് ശരിയാക്കുന്ന ആളുകളാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഇവിടെ ഈ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്യില്ല എന്നുള്ളത് എനിക്കും അറിയാം, ഈ ഗ്രൂപ്പിൽ എല്ലാവർക്കും അറിയാം. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം? ആൻസർ ചെയ്താൽ തെറ്റണം. അതിന് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യണത്? ഇങ്ങനെ കോച്ചിങ് വെക്കുന്നത്. എന്നിട്ടോ നമുക്ക് പബ്ലിക് എക്സാമിന്, നെറ്റ് എക്സാമിന് നമുക്ക് തെറ്റാനും പാടില്ല. അപ്പൊ അതിന് ഇതേപോലെ കുറച്ച് പരിശീലനം ആവശ്യമാണ്. അപ്പൊ ആ അർത്ഥത്തിലാണ് നിങ്ങൾക്ക് ഏതാണോ ഇതില് ABCDയിൽ ആൻസർ ആയി തോന്നുന്നത് ധൈര്യമായിട്ട് ആൻസർ ചെയ്യാം, തെറ്റിയാൽ കുഴപ്പമില്ല. ഓക്കെ, A ആൻസർ വരുന്നുണ്ട്. ഒരാൾ A ചെയ്ത് വിചാരിച്ച് ബാക്കിയുള്ള ആളുകളും അതന്നെ ചെയ്യരുത് കേട്ടോ. സാധാരണ
ഈച്ചക്കോപ്പി എന്ന് പറയാറുണ്ട് അല്ലെ? അറിയാലോ എന്താ ഈച്ചക്കോപ്പി എന്ന് പറയാനുള്ള കാരണം? കേട്ടിട്ടുണ്ടോ? ഈച്ചക്കോപ്പി എന്ന് പറയാൻ കാരണം എന്താ? എന്തുകൊണ്ടാണ് ഈച്ചക്കോപ്പി എന്നുള്ള പേര് വരാനുള്ള കാരണം അറിയാം ആർക്കെങ്കിലും? ഓക്കെ, ഓപ്ഷൻ എ ആണ് എല്ലാവരും തിരഞ്ഞെടുക്കുന്നത്. അപ്പം ഈച്ചക്കോപ്പി ആവില്ല എന്ന് ഏതായാലും വിചാരിക്കുക. ഈച്ചക്കോപ്പി എന്നുള്ള പേര് വരാനുള്ള കാരണം ആർക്കെങ്കിലും അറിയെങ്കിൽ പറയാം. അതായത് സാധാരണഗതിയിൽ എന്ത് ചെയ്യും, തൊട്ടടുത്ത ആളെ ആശ്രയിച്ചു കൊണ്ടാണ് ഒരാൾ എക്സാം എഴുതുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും അയാളെ ഉള്ളത് നോക്കിയിട്ടാണ് എഴുതുക അല്ലെ? അപ്പോ അയാൾക്ക് കുറച്ചെങ്കിലും ധാരണ ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും വെച്ചാൽ ഒരു ഈച്ച എങ്ങാനും അതിൽ വന്നിരുന്നാൽ ആ ഈച്ചയെ പോലും ചിലപ്പോൾ എന്ത് ചെയ്യും, വരച്ചു വെക്കും. അപ്പൊ അങ്ങനെ ഒരാൾ വരച്ചു വെച്ചു എന്നാണ് പറയപ്പെടുന്നത്. അതിൽ നിന്നാണ് ഈച്ചക്കോപ്പി എന്ന് വന്നിട്ടുള്ളത്. ഏതായിരുന്നാലും അങ്ങനെ ആവാതിരിക്കട്ടെ. ഇവിടെ ഇപ്പോ എ ആണ് ആൻസർ ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ശരിയാണോ നോക്കാം. നമുക്ക് ഓപ്ഷൻ ആദ്യം നമുക്കിപ്പോ ഒന്ന് അലിഫ് ഹസാനുബിന് സാബിത്ത് അല്ലെ? ഹസാനുബിന് സാബിത്തിന് ഇതിൽ യോജിക്കുന്ന ഏതാണ്? നേരത്തെ നമ്മൾ പറഞ്ഞത് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടും. അത് ഏതാണ്? ഹസാനുബിന് സാബിത്തിന്റെ നേരെ വരാ. നിങ്ങൾ ഇന്നെ പേടിക്കേണ്ട ആവശ്യമില്ല, ധൈര്യമായിട്ട് വോയിസിൽ പറയാം. അഷാഇറുൽ മുഖ്ലറം എന്നുള്ളത്. അപ്പം 1, 2 വരുന്നത് നോക്കിയാൽ തന്നെ നമുക്ക് ഇങ്ങനെയുള്ള ചോദ്യം വരുമ്പോ നമുക്ക് ചിലപ്പോ 1, 2 ഓപ്ഷൻ കിട്ടിയാൽ തന്നെ ആൻസറിലേക്ക് പോകാൻ പറ്റും. ആ രൂപത്തിലാണ് പലപ്പോഴും ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. എല്ലാം ഒരേപോലെ വന്നാണ്ടുള്ള ക്വസ്റ്റ്യൻസ് വളരെ താരതമ്യേന കുറവാണ് നെറ്റിന് പോലും. അപ്പൊ സിമ്പിൾ ആയിരിക്കും ചോദ്യം ഉണ്ടാവാം. 1, 2 ഓപ്ഷൻ കിട്ടിയാൽ തന്നെ നമുക്ക് ആൻസറിലേക്ക് പോകാൻ പറ്റും. അപ്പൊ ഇവിടെ ഇപ്പോ 1, 2 വന്നിട്ടുള്ളത് 2 എണ്ണമാണ് അല്ലെ? എയും ബിയും. അപ്പൊ ഇപ്പൊ നമുക്ക് ബാക്കിയുള്ളത് ഒഴിവാക്കാം. സിയും ഡിയും ഒഴിവാക്കാം. അത് കിട്ടിയാൽ ട്ടോ, ഇത് ഹസാനുബിൻ സാബിത്ത് അഷാഇറുൽ മുഖ്ലറം എന്നുള്ളത് ഒരാൾക്ക് കിട്ടിയാൽ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ബാ ഫറസ്ദഖാണ്. ഫറസ്ദഖിനെ കുറിച്ച് അറിയാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? ഈ കൂട്ടത്തിൽ ഏതാ വരിക? ഫറസ്ദഖ് ഏത് കാലഘട്ടക്കാരനാണ്? അതെ, അഷാഇറുൽ ഉമവിയാണ്. അഷാഇറുൽ ഉമവി അൽ ഫറസ്ദഖ്. അപ്പൊ അതും ശരിയാണ്. അപ്പോ അതിന് ഒരാൾക്ക് കിട്ടിയില്ല എന്ന് വിചാരിച്ചോളി, അത് കിട്ടുന്നില്ല. എന്നാൽ അടുത്തത് അൽ മുത്തനബിയാണ്. മുത്തനബി ഏത് കാലഘട്ടക്കാരനാണ്? മുത്തനബി ഏത് കാലഘട്ടക്കാരനാണ്? മുത്തനബി അതെ, അബ്ബാസി കാലഘട്ടക്കാരനാണ് മുത്തനബി. അപ്പോ നമുക്കിപ്പോ 1, 2 എന്ന് നമുക്കറിയാം. ഇനി ഒരാൾക്ക് ഫറസ്ദഖ് എന്നുള്ളതിന് നേരെ ഉമവി എന്ന് കിട്ടുന്നില്ല. ഉമവി എന്നുള്ളത് കിട്ടുന്നില്ല എന്ന് വിചാരിക്കാം. എന്ന് വെച്ചാൽ ബാ ശരിക്ക് 4 എന്നുള്ളതാണ് ആൻസർ. ബാ 4. അതേപോലെ അത് കിട്ടുന്നില്ലെങ്കിൽ മുത്തനബി ജീം എന്നുള്ളത് നേരെ അഷാഇറുൽ അബ്ബാസി 1 എന്നുള്ളത് അറിയാന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ആൻസറിലേക്ക് പോവാം. കാരണം ജീം 1 എന്നുള്ളത് 1ഉം അഥവാ എയും സിയുമാണുള്ളത്. അപ്പൊ പിന്നെ സി നമ്മൾ നേരത്തെ തന്നെ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോ നമുക്ക് പിന്നെ ഓപ്ഷൻ എ ആണ് എന്നുള്ളത് തിരഞ്ഞെടുക്കാൻ പറ്റും. അപ്പൊ ഏതായിരുന്നാലും ഇങ്ങനെ സിമ്പിളായ ചോദ്യങ്ങൾ പോലും നെറ്റിന് ഉണ്ടാവാറുണ്ട്. ഇതിപ്പോ ശരിക്കും 1ാമത്തെ യൂണിറ്റിന്റെ സിലബസ് ഒന്ന് വായിച്ചാൽ തന്നെ ഈ ഒരു ആൻസർ ചെയ്യാവുന്നതാണ്. ഇതിപ്പോ ലാസ്റ്റ് 2023 ഡിസംബറിൽ നടന്ന എക്സാമിന്റെ ചോദ്യമാണ് ഇപ്പത്. ഓക്കെ, അപ്പൊ ആൻസർ ഇവിടെ ഓപ്ഷൻ എ തന്നെയാണ്. എന്ന് വെച്ചാൽ ഹസാനുബിൻ സാബിത്ത്, ഷാഇറുൽ മുഖ്ലറം, ഫറസ്ദഖ് അഷാഇറുൽ ഉമവി, മുത്തനബി അഷാഇറുൽ അബ്ബാസി, ഇബ്നു ഖഫാജ അഷാഇറുൽ ഉന്ദുലുസി. ഓക്കെ, അടുത്തൊരു ചോദ്യം നോക്കാം. ഇതും യൂണിറ്റ് 1ൽ നിന്ന് തന്നെയായിട്ട് നമുക്ക് പറയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് ആൻസർ ചെയ്ത് നോക്കൂ. ഏതാണോ നിങ്ങൾക്ക് തോന്നുന്നത് ആ ഒരു ആൻസർ ചെയ്യാം. തെറ്റിയാലൊന്നും കുഴപ്പമില്ല. എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ഇവിടെ ഇപ്പോ ചോദിച്ചത് എന്താണെന്ന് മനസ്സിലായോ? അഷാഇർ അല്ലദി യുഅദ്ദു മിൻ ശുഅറാഇൽ ബിലാത്ത്. ഷാഇറുൽ ബിലാത്ത് എന്ന് വെച്ചാൽ കൊട്ടാര കവികൾക്കാണ് പറയാം. അപ്പോ കൊട്ടാര കവികളിൽ പെട്ട ആള് ആരാണ് എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. താഴെ കൊടുത്തതിൽ ആരോ ഒരാള് കൊട്ടാര കവികളിൽ പെട്ട ആളാണ്. അതാരാണെന്നുള്ളതാണ്. എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ഓക്കെ, ബി ആണ് ചിലർ ആൻസർ ചെയ്തിരിക്കുന്നത്. എയും ആൻസർ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒന്ന് ഏതായാലും ആൻസർ കൊടുക്കണമല്ലോ അല്ലെ? അപ്പോ ഓപ്ഷൻ എ ആണ് അന്നാബിഗത്തു ദുബിയാനി. അപ്പൊ ഈ നാബികയെ കുറിച്ച് നമുക്ക് സിലബസിൽ അങ്ങനെ
പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ യൂണിറ്റ് 1ന്റെ പ്രത്യേകത എന്താ വെച്ചാൽ അതിൽ നമുക്ക് സിലബസിൽ മുഅല്ലഖാത്തിൽ 4 പേരെയാണ് പറഞ്ഞിട്ടുള്ളത്. ചിലരൊക്കെ നമ്മളോട് വന്നാണ്ട് ചിലപ്പോൾ ഈ PSC കോച്ചിങ്ങിലൊക്കെ ഉള്ള ആളുകൾ വന്നാണ്ട് ചോദിക്കും, സർ നമ്മൾ ഏതായാലും PSCക്ക് എന്ത് ചെയ്യുന്നുണ്ട്, മുഅല്ലഖാത്തൊക്കെ പഠിക്കുന്നുണ്ടല്ലോ, അതേപോലെ ഇതിലുള്ള ഒരുപാട് ഏരിയ പഠിക്കുന്നുണ്ടാവും, പിന്നെ നെറ്റിന് നമ്മൾ ജോയിൻ ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിക്കും. നമ്മൾ പറയും നെറ്റിന് നിങ്ങൾ ഇപ്പൊ PSCക്ക് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടതില്ല. നമ്മൾ കോച്ചിങ്ങിന് തന്നെ ജോയിൻ ചെയ്യേണ്ടതില്ല എന്നാണ് സാധാരണഗതിയിൽ പറയാം. നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ എന്തേ ആവശ്യമുള്ളൂ വെച്ചാൽ ഏത് എക്സാമിനാണെങ്കിലും അതിന്റെ സിലബസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള പഠനമാണ് ആവശ്യം. അതേപ്പോ ഇതിന് നമുക്ക് ആവശ്യമുള്ളൂ. അതിപ്പോ നെറ്റില് നിങ്ങൾക്ക് JRF കിട്ടണമെങ്കിൽ എന്തേ ആവശ്യമുള്ളൂ വെച്ചാൽ ഈ ഒരു സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള പഠനമാണ് ആവശ്യമുള്ളൂ. അതേപോലെ തന്നെയാണ് PSCക്കായിരുന്നാലും ഒക്കെ നമുക്ക് ആവശ്യമുള്ളത്. പക്ഷേ PSCകൾ എന്താ വെച്ചാൽ PSCക്ക് നമ്മൾ ചെറിയ രൂപത്തിലുള്ള ഒരു പഠനം മതി, ആഴത്തിലുള്ള പഠനം ആവശ്യമില്ല. പക്ഷെ നെറ്റിന് എന്ത് വേണമെന്ന് വെച്ചാൽ ഒരു കൃത്യമായ സിലബസ് പറഞ്ഞുകൊണ്ട് അത് നമ്മൾ ആഴത്തിൽ പഠിക്കണം, പ്രത്യേകിച്ച് പറയപ്പെട്ട ഭാഗങ്ങൾ. ഉദാഹരണമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുഅല്ലഖാത്തിൽ 4 പേരാണ് നമുക്ക് പഠിക്കാനുള്ളത്. ശരിക്ക് നമുക്കറിയാം മുഅല്ലഖയിൽ പ്രധാനപ്പെട്ട ആളുകൾ 7 പേരുണ്ട്. പ്ലസ് അതിലേക്ക് 3 പേരെ കൂടി എന്ത് ചെയ്തു, പിന്നെ ചരിത്രകാരന്മാർ ആഡ് ചെയ്തിട്ട് 10 പേരെ അൽ മുഅല്ലഖാത്തുൽ അഷർ എന്ന പേരിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പൊ അതിൽപ്പെട്ട ഒരാളാണ് ആര്, അന്നാബിഗത്തു ദുബിയാനി. അപ്പൊ ആ അർത്ഥത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, നെറ്റിന് പ്രിപ്പയർ ചെയ്യുന്നവർ എന്ന നിലയിൽ അൽ മുഅല്ലഖാത്തു വ അസ്ഹാബുഹ എന്ന ഹെഡിങ് ഉള്ളത് കൊണ്ട് 10 ആളുകളെ കുറിച്ചും നമ്മൾ ചെറിയ ഒരു ധാരണ നമുക്കുണ്ടാവണം. പിന്നെ ഈ പറയപ്പെട്ട 4 ആളുകളെ കുറിച്ച്, നമ്മളെ സിലബസിൽ പറഞ്ഞിട്ടുള്ള 4 ആളുകളെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടും നമ്മൾ നോക്കണം. എങ്കിലാണ് നമ്മളെ ഉദ്ദേശിച്ച JRFലേക്ക് എത്താൻ നമുക്ക് പറ്റുക. അപ്പൊ നമ്മൾ നിങ്ങൾക്ക് നൽകുന്ന നോട്ടിൽ ഈ 4 ആളുകളെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട്സ് തന്നെ നമ്മൾ നിങ്ങൾക്ക് നൽകും. അപ്പൊ അതോടുകൂടെ നമുക്ക് എന്ത് ചെയ്യണം സാർ, മൊത്തത്തിൽ ഈ 10 ആളുകളെ കുറിച്ചും ചെറിയൊരു ധാരണ നമുക്ക് ഉണ്ടാവുന്നത് നല്ലതാണ്. അതോടൊപ്പം ഈ നാബിഗ എന്ന് പറയുന്നത് ജാഹിലി കാലഘട്ടത്തിൽ നമുക്ക് മിക്കവാറും പഠിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു നാഖിദ് കൂടിയാണ്. അപ്പൊ അങ്ങനെയാവുമ്പോൾ യൂണിറ്റ് 4മായി കണക്റ്റഡ് ആയിട്ടും ഇദ്ദേഹം വരും, നാബിഗത്തു ദുബിയാനി. അപ്പൊ ഇദ്ദേഹം ഒരു കൊട്ടാര കവി കൂടിയായിരുന്നു. ഡീറ്റെയിൽ ആയിട്ട് ഇപ്പൊ പറയുന്നില്ല, ഇൻഷാ അല്ലാഹ് പിന്നീട് നമുക്ക് ചർച്ച ചെയ്യാം. ഒന്ന് ഇദ്ദേഹത്തിന്റെ പേര് സിയാദ് ബിൻ മുആവിയ എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. അബു ഉമാമ സിയാദ് ബിൻ മുആവിയ എന്നാണ് നാബിഗത്തു ദുബിയാനിയുടെ പേര്. പിന്നെ ഇദ്ദേഹത്തിന്റെ മുഅല്ലഖ എന്ന് പറയുന്നത് ദാലിയയാണ്, എന്ന് വെച്ചാൽ ദാലിലാണ് അവസാനിക്കുന്നത്. ബസീത്ത് എന്ന ബഹറിലാണ് അത് രചിച്ചിട്ടുള്ളത്. യദാ റുമയ്യത ബിൽ അലിയാഇ ഫസ്സനദി അഖ്വത് വതോല അലൈ ഹസാലിഫുൽ അബദി എന്നാണ് ഇപ്പോ ആ മുഅല്ലഖ തുടങ്ങുന്ന വരി. അപ്പോ ഇതിന്റെ ബഹർ എന്ന് പറയുന്നത് ബസീത്ത് ആണെന്ന് പറയുമ്പോ, അപ്പൊ ബസീത്ത് എന്ന ബഹറിന്റെ വസ്ൻ ഏതാണ്, ആർക്കെങ്കിലും അറിയാം? ബസീത്ത് എന്ന ബഹറിന്റെ വസ്ന് ആ റൂളിൽ നമുക്ക് പഠിക്കാനുള്ളതാണ് വസ്നുകൾ, അല്ലെങ്കിൽ ഓരോ ബഹറുകളുടെയും വസ്നുകൾ. എത്ര ബഹറാണുള്ളത് അറബി കവിതക്ക് അറിയോ? 16. അതെ, 16 ബഹറുകളാണുള്ളത് അല്ലെ. അപ്പൊ അതിൽപ്പെട്ട ഒരു ബഹറാണ് ബസീത്ത് എന്ന ബഹർ. അപ്പോ ചിലപ്പോ എന്ത് ചെയ്യും, നെറ്റിൽ നിന്ന് ചോദിക്കാറുണ്ട് ഓരോ ബഹറുകളുടെയും. ഇപ്പോ ഒരു ബസീത്ത് എന്ന ബഹറിന്റെ വസ്ന് കൊടുത്തിരുന്നു കഴിഞ്ഞ വർഷം അല്ല അതിന്റെ മുമ്പത്തെ വർഷം. എന്നിട്ട് ഇത് ഏത് ബഹറിന്റെ, അല്ല ബസീത്ത് എന്ന ബഹറിന്റെ വസ്ൻ ഏത് എന്ന് ചോദിച്ചിട്ട് 4 വസ്നുകൾ താഴെ കൊടുക്കുകയും ചെയ്തിരുന്നത്, 4 ഓപ്ഷൻ. അപ്പോ ബസീത്ത് എന്ന ബഹറിന്റെ വസ്ൻ ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടെങ്കിൽ പറയാം. ബസീത്ത് എന്ന ബഹറിന്റെ വസ്ന് ഓക്കെ, മുസ്തഫ്ഇലുൻ ഫാഇലുൻ എന്നുള്ളതാണ്. മുസ്തഫ്ഇലുൻ ഫാഇലുൻ, ഫഊലുൻ മഫാഇലുൻ എന്ന് പറഞ്ഞ വേറൊരു ബഹറുണ്ട്. അതേതാണ്? ഫഊലുൻ മഫാഇലുൻ, ഫഊലുൻ മഫാഇലുൻ. തൊവീൽ എന്ന ബഹറുണ്ട്, തൊവീൽ എന്ന ബഹർ. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഓരോ ബഹറുകളെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. പ്രത്യേകിച്ചും 4 ബഹറുകൾ നമുക്ക് വേറെ പഠിക്കാനുണ്ട് ഇൽമുൽ അറൂദിന്റെ ഭാഗമായിട്ട്. അപ്പൊ അതെങ്ങനെയാ പഠിച്ചെടുക്കാൻ? അതിനൊക്കെ സിമ്പിളായ മെത്തേഡ് ഉണ്ട്. നിങ്ങൾ ഓൾറെഡി ഒരു പക്ഷെ പഠിച്ചിട്ടുണ്ടാവാം. ഇനി പഠിക്കാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഒക്കെ പഠിക്കാനായിട്ട്. ഇപ്പൊ ബസീത്ത് എന്ന ബഹറാണെങ്കിൽ ഇന്നൽ ബസീത്ത് ലദൈഹി യുബ്സത്തുൽ അമലു മുസ്തഫ്ഇലുൻ ഫാഇലുൻ മുസ്തഫ്ഇലുൻ ഫാഇലു. അപ്പൊ അവിടെ ബസീത്ത് മുസ്തഫ്ഇലുൻ ഫാഇലുൻ അത് ഓർത്ത് വെക്കാനായിട്ട്
ഇത് പഠിപ്പിച്ച പണ്ഡിതന്മാർ തന്നെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, അതിനുള്ള ഒരു എളുപ്പ വഴി കൂടി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ അതിന്റെ ആദ്യ ഭാഗത്ത് അതിന്റെ പേര്, തൊട്ട് ഭാഗത്ത് അതിന്റെ വസനം ഉൾക്കൊള്ളുന്ന രൂപത്തിലുള്ള പിന്നെ വരികൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇനി അതേപോലെ ഇപ്പോ തൊവീലാണെങ്കിൽ തൊവീലുൻ ലഹു ദൂനൽ ബുഹൂരി ഫളായിലു ഫഊലുൻ മഫായിലുൻ ഫഊലുൻ മഫായിലു, അതാണ് തൊവീൽ എന്ന ബഹറിന്റെ. അപ്പൊ ഫഊലുൻ മഫായിലുൻ, അത് തൊവീലുൻ ലഹു ദൂനൽ. അപ്പൊ അവിടെ തൊവീൽ എന്ന് വെച്ചാണ് തുടങ്ങുന്നത്. അപ്പോ ഇങ്ങനെ ഓരോരോ ബഹറുകളെ കുറിച്ചും നമുക്ക് ചെറിയ ഒരു ധാരണയുണ്ടായാൽ, അതേപോലെ ഈ മുഅല്ലഖാത്തിൽ വരുന്ന കവിതകളുടെയൊക്കെ ആദ്യ വരി നമ്മളൊന്ന് പഠിച്ചു വെച്ചാൽ നമുക്ക് രണ്ട് ഗുണാണ്. ഒന്നിപ്പോ ഇതിന്റെ ബഹർ ചോദിച്ചാൽ അത് നമുക്ക് എഴുതാൻ പറ്റും. അതേപോലെ അതിന്റെ കാഫിയ എന്ന് വെച്ചാൽ അത് അവസാനിക്കുന്നത് ഏതിലാണെന്ന് ചോദിച്ചാൽ അബദി എന്നാണ്, അപ്പൊ ദാലിയയാണ്, അത് മനസ്സിലാക്കാൻ പറ്റും. ചിലപ്പോ നേരിട്ട് തന്നെ ചോദിക്കും, എന്താണ് മത്ലഉ മുഅല്ലഖത്തി അന്നാബിഗ, മുഅല്ലഖയുടെ നാബിഗയുടെ മുഅല്ലഖയുടെ മത്ലഅ എന്ന് വെച്ചാൽ ആദ്യ വരി അത് ഏതാണെന്ന് ചിലപ്പോൾ അങ്ങനെ ചോദിക്കും, ഡയറക്റ്റ് ചോദിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കത് ആൻസർ ചെയ്യാൻ പറ്റും. ഇനി അതേപോലെ ചിലപ്പോൾ നമുക്കത് വരി തന്നാണ്ട് അതിന്റെ ബഹർ ഏതെന്ന് ചോദിക്കും. അപ്പൊ നമ്മൾ ഒരു ചൊല്ലി പഠിച്ചൊരു ശീലമുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഏത് വരി വന്നാലും അത് അത് ബസീത്താണ് എന്ന് നമുക്കൊന്ന് ജസ്റ്റ് ചൊല്ലി നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതല്ല അതൊക്കെ നിങ്ങൾക്ക് റൂള് അതേപോലെ യൂണിറ്റ് 1 ഒക്കെ ആയി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ ലഭിക്കുന്ന സമയത്ത് വിശദമായി നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പൊ ജസ്റ്റ് ഇദ്ദേഹത്തിന്റെ മുഅല്ലഖ ബഹറുൽ ബസീത്താണ് എന്നും അതേപോലെ തന്നെ അതിന്റെ വരിയുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി ഇതേപോലെ ഇപ്പൊ നമുക്ക് ആ ചോദ്യത്തിൽ വന്നതാണ് ഷുഅറാ ഉൽ ബിലാത്ത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്, എന്ന് വെച്ചാൽ കൊട്ടാര കവികൾ. അപ്പോ ജാഹിലി കാലഘട്ടത്തിലെ കൊട്ടാര കവികൾ ആരൊക്കെയാണ്, ഇതൊക്കെ നമ്മുടെ നോട്ടിൽ ഇതേപോലെ ഒന്ന് രേഖപ്പെടുത്തി വെച്ചാൽ പിന്നെ ഇതുമായി ബന്ധപ്പെട്ട ഏത് ചോദ്യം വന്നാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഇതിപ്പോ നേരെ തിരിച്ച് ചിലപ്പോൾ ചോദിക്കാം. നേരെ ഇപ്പോ അവിടെ ഷുഅറാ ഉൽ ബിലാത്തിൽപ്പെട്ട ആൾ ആരെന്നാ ചോദിച്ചത്. ചിലപ്പോൾ എക്സാമുകൾക്ക് ചോദിക്കാറുള്ളത് താഴെ കൊടുത്തതിൽ ഷുഅറാ ഉൽ ബിലാത്തിൽ പെടാത്തതാര് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതിൽപ്പെട്ടൊരു 3 ആളെ കൊടുക്കും, പിന്നെ എന്ത് ചെയ്യും, വേറെ പുറത്തുനിന്നുള്ള ഒരാളെയും കൊടുക്കും. അപ്പൊ അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഈ ബിലാത്തിൽപ്പെട്ട ആളുകൾ ജാഹിലി കാലഘട്ടത്തിൽ ഇത്രയും പേരാണ്. എന്നുവെച്ചാൽ കൊട്ടാര കവികൾ എന്ന് പറയുമ്പോൾ അക്കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ചില കൊട്ടാരമാണ്. ഒന്നിപ്പോ ഹീറ എന്ന് പറയുന്ന കൊട്ടാരം, അതേപോലെ ഗസ്സാൻ എന്ന് പറയുന്ന കൊട്ടാരം. ഈ 2 കൊട്ടാരങ്ങളിലായിരുന്നു പ്രധാനപ്പെട്ട കവികൾ ഉണ്ടായിരുന്നത്. അപ്പോ അവരെ ആ കൊട്ടാരവും അല്ലെങ്കിൽ ആ രാജാവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചുറ്റിപ്പറ്റി ജീവിച്ചിരുന്ന ആളുകൾക്കാണ് ഈ ഷുഅറാ ഉൽ ബിലാത്ത് എന്ന് പറയുന്നത്. അതിൽപ്പെട്ട കുറച്ച് ആളുകളാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി ഇതൊക്കെ നമുക്ക് യൂണിറ്റ് 1 ക്ലാസ് ലഭിക്കുന്ന സമയത്ത് വിശദമായിട്ട് മനസ്സിലാക്കാം. അപ്പൊ 1-2 ചോദ്യങ്ങൾ നമ്മളിപ്പോ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്തു എന്നേ ഉള്ളൂ. ബാക്കി നമുക്ക് ക്ലാസ്സുകളിലൂടെ ഇൻഷാ അല്ലാഹ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാര്യങ്ങളിലേക്ക് ഷോർട്ടാക്കിയിട്ട് ഒന്നുകൂടി ഓർമ്മയിലേക്ക് കൊണ്ടുവരികയാണ്. എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യാം, മുൻധാരണകളൊക്കെ മാറ്റിവെച്ച് ഇത്തവണ ഞാൻ എന്ത് ചെയ്യും, എൻ്റെ ലക്ഷ്യത്തിലേക്ക് ഞാൻ എത്തുക തന്നെ ചെയ്യും എന്ന ബോധ്യത്തോടു കൂടി നമ്മൾ ഒരുങ്ങുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് എത്തിപ്പിടിക്കാവുന്നത് തന്നെയാണ് നെറ്റ് എന്ന് പറയുന്നത്. എന്നാലോ ഇത് നമ്മൾ നിസ്സാരമായി കാണുകയും ചെയ്യരുത്. കാരണം ഏകദേശം ഇന്ത്യയിൽ ഈ ഒരു ഡിസംബറിൽ 2000-ഓളം ആളുകൾ നെറ്റ് എക്സാം എഴുതുമ്പോൾ ആ 2000-ലെ ആദ്യ ഒരു 120-ൽ പ്രിപ്പയർ ചെയ്ത ആളുകളിൽ ആദ്യത്തെ 120-ൽ ഞാൻ എത്തിയാലാണ് എനിക്ക് ഇത്തവണ നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ സാധിക്കുക. അതേപോലെ തന്നെ ആദ്യത്തെ ഒരു 20-ൽ ഞാൻ ഉൾപ്പെട്ടാൽ, എന്ന് വെച്ചാൽ 20 റാങ്കിനുള്ളിൽ ഞാൻ വന്നാലായിരിക്കും എനിക്ക് JRF ക്വാളിഫൈ ചെയ്യാൻ സാധിക്കുക എന്നുള്ള ബോധം നമുക്കുണ്ടാവണം. അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, ഇനിയുള്ള ദിനങ്ങൾ ഉപയോഗപ്പെടുത്തിയാൽ തീർച്ചയായും നമുക്ക് എല്ലാവർക്കും ലക്ഷ്യത്തിലെത്താൻ പറ്റും. അപ്പൊ അതില് നമുക്ക് മുമ്പിലുള്ള ആ തടസ്സങ്ങൾ നമ്മളിങ്ങനെ നിന്നാൽ ഒരിക്കലും നമുക്ക് നെറ്റ് എന്നുള്ളതല്ല, നമ്മുടെ മുമ്പിലുള്ള ഇനിയുള്ള ഒരു നേട്ടവും നമുക്ക് എത്താൻ സാധ്യല്ല. നമുക്ക് തന്നെ അറിയുന്ന കാര്യമാണ്. നമ്മൾ എന്തെല്ലാം പ്രതിസന്ധികൾ കഴിഞ്ഞിട്ടാണ് അല്ലെങ്കിൽ തരണം ചെയ്തിട്ടാണ് നമ്മുടെ ഇപ്പൊ നമ്മൾ എത്തിയ അവസ്ഥയിൽ തന്നെ വന്നിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. അത് ബോധ്യമാവണമെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള
അല്ലെങ്കിൽ നമ്മുടെ അയൽപ്പക്കത്തുള്ള ചെറിയ ഒരു കുട്ടിയെ നോക്കിയാൽ മതി. ആ ഒരു കുട്ടി വളർന്നു വരുന്ന സമയത്ത് പിന്നെ ആദ്യം ചെരിഞ്ഞു കിടന്ന് പിന്നെ എഴുന്നേറ്റിരിക്കാൻ തുടങ്ങുന്നതിന്റെ ആ ഒരു സന്ദർഭം മുതൽക്ക് എഴുന്നേറ്റ് നിന്ന് നടക്കുന്ന സമയം വരെ എത്ര പ്രയാസങ്ങൾ ആ കുട്ടി സഹിക്കുന്നുണ്ട്. ഒരുപാട് വീഴുന്നുണ്ട്, എത്ര തവണ വീണു, ഒരുപക്ഷെ മുറിവ് വരെ പറ്റിയിട്ടുണ്ടാവും. എന്നാലും അവിടെ നിർത്തുന്നില്ല. ആ രംഗങ്ങളൊക്കെ കഴിഞ്ഞു പോകുന്ന ആളുകളാണ് നമ്മൾ. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം അല്പം ത്യാഗങ്ങൾ നമ്മൾ സഹിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഒരുപാട് നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കൊയ്തെടുക്കാൻ സാധിക്കുക തന്നെ ചെയ്യും. ആ അർത്ഥത്തിൽ എല്ലാവരും ഇത്തവണ നെറ്റ് ക്വാളിഫൈ ചെയ്യുക, അല്ലെങ്കിൽ JRF എന്ന എയിമിലേക്ക് എത്താൻ പരമാവധി നമ്മൾ ഓരോരുത്തരും പണിപ്പെട്ട് തന്നെ ശ്രമിക്കുക. അപ്പൊ ഇനിയുള്ള ദിനങ്ങൾ നിങ്ങൾ ആ രൂപത്തിൽ കൂടെ ഉണ്ടാവണം എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. പിന്നെ നമുക്ക് മുമ്പിൽ സമയം എന്ന് പറയുന്നത് നമുക്കറിയാം, ഡിസംബർ നെറ്റ് എക്സാം എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ചിലപ്പോൾ ഡിസംബർ 20 ശേഷമായിരിക്കും വരിക. അപ്പൊ കഴിഞ്ഞ എക്സാമുകളൊക്കെ നോക്കുമ്പോൾ ഏകദേശം ആ രൂപത്തിലാണ് വന്നിട്ടുള്ളത്. എന്നാലും ഡേറ്റ് വരാത്തത് കൊണ്ട് നമ്മൾ ഡിസംബറിൽ എന്ന് പറയുമ്പോൾ ഡിസംബർ ഒരു ആദ്യ വീക്കിൽ തന്നെ എക്സാം വരും എന്ന് പ്രതീക്ഷിച്ചു കൊണ്ടാവുമ്പോൾ നമുക്ക് മുമ്പിൽ ഇനി കുറഞ്ഞ മാസങ്ങളെ നമ്മുടെ മുമ്പിലുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ക്ലാസ്സുകൾ അല്പം സ്പീഡിലായിരിക്കും മുന്നോട്ട് പോവുക. അപ്പൊ നിങ്ങൾ കൂടെ തന്നെ ഉണ്ടാവണം. അതാണ് എല്ലാവരോടും പറയാനുള്ളത്. കാരണം നമ്മളിപ്പോ നാളെയും മറ്റന്നാളും ഒക്കെ പേപ്പർ 1ന്റെ ലൈവ് സെഷൻ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ പേപ്പർ 1 മാത്രമായി പോയാൽ നമുക്ക് ഏതായാലും തീരൂല. അപ്പൊ അതുകൊണ്ട് ഞാൻ രാവിലെ എന്ത് ചെയ്യും, നമുക്കിപ്പോൾ അപ്ഡേറ്റഡ് ആയ യൂണിറ്റുകളുടെ അറബിക് യൂണിറ്റുകളുടെ ക്ലാസ്സുകൾ കൂടെ നൽകിയിട്ടായിരിക്കും മുന്നോട്ട് പോവുക. എങ്കിലേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, പോർഷൻസ് തീരുള്ളൂ. നമ്മൾ വിചാരിക്കുന്നത് ഒരു നവംബർ പകുതിയാവുമ്പോഴേക്ക്, അല്ലെങ്കിൽ നവംബർ തീരുന്നതിന് മുമ്പ് തന്നെ എല്ലാ പോർഷൻസും തീർന്നിട്ട് നമുക്ക് ഒന്നുകൂടെ ഒരു റിവിഷന് കൂടെ നമുക്ക് സമയം കണ്ടെത്തണം. പക്ഷെ പലപ്പോഴും എന്താ വെച്ചാൽ നമ്മൾ ആ രൂപത്തിലൊക്കെ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ കുറച്ച് മുന്നോട്ട് പോകുമ്പോഴേക്ക് എന്ത് ചെയ്യും, പലരും സാർ മുന്നോട്ട് പോകുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് സ്റ്റോപ്പ് ആക്കും. അപ്പൊ പിന്നെ ഏകദേശം ലാസ്റ്റ് ആകുമ്പോഴേക്ക് നമുക്ക് തീർക്കാൻ സാധിക്കാറുള്ളൂ. അപ്പൊ ഒന്നുകൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, എല്ലാവരും കോപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ ഒരു രൂപത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന രൂപത്തിൽ തന്നെ ക്ലാസ്സുകളുമായി മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പൊ എല്ലാവരും കൂടെ ഉണ്ടാവണം എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. എന്തെങ്കിലുമൊക്കെ നമ്മളിങ്ങനെ പഠിച്ച് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് പറയാം. ഇനി അഡ്മിൻസുമായി നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാം നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിലും ചിലപ്പോൾ ചെറിയ എന്തെങ്കിലുമൊക്കെ പരിഹാരങ്ങൾ ചിലപ്പോൾ നമ്മൾ പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപക്ഷെ അത് താങ്ങാവുന്നതായിരിക്കും. അങ്ങനെയൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ്. എന്തായിരുന്നാലും നമ്മൾ ഇപ്പൊ കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു നല്ല ഒരു പറയാ പിന്നെ നേട്ടമാണ് നമുക്ക് നെറ്റ് ക്വാളിഫൈ ചെയ്യുന്നതിലൂടെ ലഭിക്കാൻ പോകുന്നത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു കേരളത്തിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ അല്ലെങ്കിൽ ഒരു സ്ഥാപനം നടത്തിയ അവിടുത്തെ ഒരു പബ്ലിക് എക്സാമിലൊക്കെയാണ് നമ്മൾ ഇതുവരെ വിജയിച്ചു പോന്നിട്ടുള്ളത്. അല്ലെങ്കിൽ കേരളത്തിലെ ഒരു വലിയ അതോറിറ്റി നടത്തിയ ഒരു എക്സാം, അതൊക്കെ നമ്മൾ പാസ്സായിട്ടുണ്ടാവാം. ഇനി നമ്മൾ നെറ്റ് ക്വാളിഫൈ ചെയ്യുന്നതിലൂടെ നാഷണൽ ലെവലിലുള്ള ഒരു എക്സാം ആണ് നമ്മൾ ക്വാളിഫൈ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അത് ക്വാളിഫൈ ചെയ്താൽ നമ്മുടെ ജീവിതത്തിലെ ഒരു വലിയ നേട്ടം തന്നെയാണ്. അപ്പൊ ആ അർത്ഥത്തിൽ എന്ത് ചെയ്യുക, ഒരു വലിയ നേട്ടം ഇൻഷാ അല്ലാഹ് നമുക്ക് ലഭിക്കാനിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് തന്നെ പ്രാർത്ഥനയോടുകൂടി നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യുക, മുന്നോട്ട് പോവാം. അത് വളരെ പ്രധാനമാണ്. അപ്പോൾ എല്ലാവരും ആ രൂപത്തിൽ ഇൻഷാ അല്ലാഹ് ഇത്തവണ തന്നെ നെറ്റ് JRF ക്വാളിഫൈ ചെയ്യാൻ സന്നദ്ധരാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഇത്തവണ തന്നെ നമ്മുടെ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഇന്നത്തെ സെഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഓക്കെ, ഇപ്പോ നേരത്തെ പറഞ്ഞ കാര്യം ഒന്നുകൂടി ചെറിയ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി എന്നുവെച്ചാൽ, നെറ്റ് നമ്മൾ ഇത്തവണ ക്വാളിഫൈ ചെയ്താലായിരിക്കും നമുക്ക് എന്ത് ചെയ്യുക, വരുന്ന കോളേജിയറ്റ് എക്സാം എഴുതാൻ സാധിക്കാം. കോളേജ് തലങ്ങളിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ആവാനുള്ള യോഗ്യതയാണ് നമ്മൾ നെറ്റ് ക്വാളിഫൈ ചെയ്യുന്നതിലൂടെ ലഭിക്കുന്നത്. അത് ഇനി അടുത്തൊരു എക്സാം വരാനുള്ളത് ഏകദേശം 2027-28 കാലഘട്ടങ്ങളിലൊക്കെ ആയിരിക്കും വിളിക്കുക. അപ്പൊ ആ സമയത്ത് നമ്മുടെ കൂടെ ഒരു പക്ഷെ ഇപ്പോ ഇങ്ങനെ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ അവരൊക്കെ എന്ത് ചെയ്തു, ഈ ഒരു ഡിസംബർ നെറ്റ് എക്സാമിൽ ക്വാളിഫൈഡ് ആയി അവർ എഴുതുന്ന സമയത്ത് നമുക്ക് മുമ്പിലുള്ള തടസ്സം എന്താവരുത്, ഈ നെറ്റ് ആവരുത്. ഓക്കെ, നമ്മളും
ക്വാളിഫൈ ചെയ്ത് ആ സമയത്ത് അപ്ലൈ ചെയ്ത് ഇൻഷാ അല്ലാ അവിടെയും ആദ്യ റാങ്കിൽ വരാൻ നമുക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്രയും സമയം എല്ലാവരും വളരെ ആക്റ്റീവായി ഇവിടെ പങ്കെടുത്തിട്ടുണ്ട്. അതിനുള്ള പ്രത്യേകമായ കൃതജ്ഞത കൂടി അറിയിക്കുകയാണ്. ഇതേപോലെ നിങ്ങൾ എന്ത് ചെയ്യണം വെച്ചാൽ പരമാവധി ലൈവ് സെഷനുകളിലൊക്കെ എല്ലാവരും പങ്കെടുക്കുക. ലൈവ് സെഷനിൽ നമ്മൾ പങ്കെടുത്താൽ എന്ത് ചെയ്യണം, അത് ആ ലൈവായിട്ട് തന്നെ അവിടെ നിലനിൽക്കണം. മിക്കവാറും നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ മോഡൽ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ക്ലാസ്സുകൾക്കിടയിലൂടെ ചർച്ച ചെയ്തു പോകും. ക്വസ്റ്റ്യൻ ഡിസ്കഷന്റെ സമയം ഏതായാലും ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചർച്ച ചെയ്യുക. അതോടൊപ്പം ക്ലാസ്സുകളിലും എന്ത് ചെയ്യും, വെറും ആ തിയറി ഭാഗങ്ങൾ മാത്രം എടുത്തു പോകുന്നതിലപ്പുറം മുമ്പ് വന്ന ക്വസ്റ്റ്യൻസോ അതല്ലെങ്കിൽ മോഡൽ ക്വസ്റ്റ്യൻസോ ഒക്കെ അധ്യാപകർ കാണിക്കും. അപ്പൊ ആ സമയത്ത് നമുക്ക് അറിയുന്നതാണെങ്കിലും അല്ലെങ്കിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ചാറ്റ് ബോക്സിലൂടെ അതിൽ ആൻസർ അറിയിക്കുക. ഇപ്പൊ ഉദാഹരണമായിട്ട് 4 ഓപ്ഷൻസ് ഉണ്ടാവുമ്പോൾ അതിൽ ചിലപ്പോൾ നമുക്ക് കിട്ടുന്നതാണെങ്കിൽ വേഗം നമ്മൾ ആൻസർ ചെയ്യും. ഇനി കിട്ടാത്തതാണെങ്കിലും അവിടെ നമ്മൾ എന്ത് ചെയ്യുക, ABCD ഓപ്ഷൻ ഏതാണോ അത് പിന്നെ ചാറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോ നമ്മളവിടെ ഞാനിപ്പോ ആൻസർ ചെയ്താൽ തെറ്റോ എന്ന് വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്യരുത്, ആൻസർ ചെയ്യാതിരിക്കരുത്. തെറ്റിയാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ തെറ്റിയ ക്വസ്റ്റ്യൻസ് നമ്മൾ പിന്നെ ജീവിതത്തിൽ മറക്കൂല ആ പോയിന്റ്. കാരണം നമ്മള് ഒരുപാട് ആളുകൾക്കിടയിലാണ് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് തെറ്റുന്നത്. അപ്പോ ഈ ആളുകൾക്കിടയിൽ തെറ്റിയ ഒരു ആൻസർ എന്ന നിലയിൽ നമ്മുടെ മനസ്സിൽ എന്ത് ചെയ്യില്ല, മറക്കൂല അത്. അപ്പോ അത് നമുക്ക് ഒരു മോശമല്ലേ എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ അതിനേക്കാളും മോശം എന്താ, ഇപ്പൊ ഇവിടെ ഈ ജോയിൻ ചെയ്ത ആളുകളൊക്കെ നമ്മളെപ്പോലെ നെറ്റ് ക്വാളിഫൈ ചെയ്യണം, അതിനുവേണ്ടി പഠിക്കണം എന്ന രൂപത്തിൽ ജോയിൻ ചെയ്ത ആളുകളാണ്. എന്നാലോ നമ്മള് നെറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്കിടയിൽ നെറ്റ് എക്സാം കഴിഞ്ഞ് നമ്മൾ നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾക്കിടയിലോ ആ നെറ്റ് ക്വാളിഫൈ ചെയ്തില്ല എന്ന് പറയുന്നതിനേക്കാളും ഞാൻ നെറ്റ് ക്വാളിഫൈ ചെയ്തു എന്ന് അവർക്കിടയിൽ അഭിമാനത്തോടു കൂടി പറയുന്നതായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഏറ്റവും നല്ല കാര്യമായി കാണേണ്ടത്. ഇവിടെ ഈ കുളിമുറിയിൽ എല്ലാവരും എന്ത് തന്നെയാണ്, നഗ്നരാണ് എന്ന് പറയുന്ന പോലെ ഇവിടെ എല്ലാ ആളുകളും പൂർണ്ണമായും തികഞ്ഞ ആളുകളാണെങ്കിൽ ആരും ഇവിടെ കോച്ചിങ്ങിന് ജോയിൻ ചെയ്യൂല. അപ്പോ നമ്മൾ ഒരു ലൈവ് ക്ലാസ് ഉണ്ടാകുന്ന സമയത്ത് തെറ്റട്ടെ തെറ്റാതിരിക്കട്ടെ, അറിയുന്നതാവട്ടെ അറിയാത്തതാവട്ടെ, നമ്മൾ എന്ത് ചെയ്യുക, ആക്റ്റീവായിട്ട് തന്നെ അവിടെ ആൻസർ ചെയ്യാനൊക്കെ ശ്രമിക്കുക. സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അധ്യാപകരോടൊക്കെ ചോദിക്കാവുന്നതാണ്. എല്ലാം തികഞ്ഞ ആളുകളാണ് ഇവിടെ ക്ലാസ് എടുക്കുന്ന അധ്യാപകർ എന്നൊന്നും നമ്മൾ പറയുന്നില്ല. എന്നാലും അതാത് യൂണിറ്റുകൾ എടുക്കുമ്പോൾ പ്രിപ്പയർ ചെയ്തിട്ടാണ് വരിക. ഇനി അഥവാ ഏതെങ്കിലും വിഷയങ്ങൾ അറിയാത്തതാണെങ്കിൽ ഇൻഷാ അല്ലാ അത് പിറ്റേ ദിവസം അത് പഠിച്ചിട്ടാണെങ്കിലും ആ ഭാഗങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. എന്തായിരുന്നാലും നിങ്ങൾ ലൈവ് ക്ലാസ്സുകൾ പരമാവധി ലൈവായിട്ട് തന്നെ പങ്കെടുക്കണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. ക്ലാസ്സുകൾ ഒരിക്കലും പെൻഡിങ്ങിൽ ഇടരുത്. പരമാവധി അന്നത്തെ ക്ലാസ്സുകൾ അന്ന് തന്നെ ഫോളോ ചെയ്ത് മുന്നോട്ട് പോവാം. കാരണം നിങ്ങൾക്കുള്ള ഒരു പോസിറ്റീവ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലൈവ് ക്ലാസ്സുകൾ നടക്കുന്നത് ആ സമയത്ത് നിങ്ങൾക്ക് പങ്കെടുക്കാം. അതേപോലെ തന്നെ തൊട്ടടുത്ത ദിവസം അതിന്റെ റെക്കോർഡഡ് വീഡിയോ നിങ്ങൾക്ക് ലഭിക്കും. പക്ഷേ അത് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കേൾക്കാനുള്ള ഒരു സൗകര്യമാണ്. അല്ലെങ്കിൽ ലൈവിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും തൊട്ടടുത്ത ദിവസം കേൾക്കുക എന്നുള്ളത് നിങ്ങൾക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ അതോടൊപ്പം അതിലുള്ള ഏറ്റവും വലിയ പ്രയാസം എന്താണെന്ന് വെച്ചാൽ റെക്കോർഡഡ് അവിടെ ഉണ്ടല്ലോ എന്നുള്ളവർക്ക് നമ്മൾ എന്ത് ചെയ്യൂല, ചിലപ്പോൾ കേൾക്കാതിരിക്കും. അതായത് നമ്മൾ വിചാരിക്കുന്നത് റെക്കോർഡ് അത് ഏതായാലും പിന്നെ കേൾക്കാന്ന് വിചാരിക്കും. പക്ഷെ ആ പെൻഡിങ്ങിൽ ഇടുന്ന ക്ലാസ് പിന്നീട് നമ്മൾ കേൾക്കാത്ത അവസ്ഥയായിരിക്കും ഉണ്ടാവാം. പിന്നെ എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ വരുന്ന സമയത്തായിരിക്കും നമുക്ക് ഒന്നുകൂടി ബോധം ഉണ്ടാവാം. അപ്പൊ എന്ത് ചെയ്യും, ഇനി ഏതായാലും തുടക്കം മുതൽക്ക് കേൾക്കാന്ന് വിചാരിച്ചാൽ ഒരിക്കലും നമുക്ക് ഫോളോ ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയായിരിക്കും ഉണ്ടാവാം. അപ്പൊ തുടക്കം മുതൽ തന്നെ പരമാവധി നിങ്ങൾ ക്ലാസ്സുകൾ കേട്ടു പോവുക. ഏതെങ്കിലും ദിവസത്തൊക്കെ ചിലപ്പോൾ പെൻഡിങ് വരും. അപ്പൊ അതെന്ത് ചെയ്യുക, അതിനിടയിൽ ലഭിക്കുന്ന സമയം ഉപയോഗപ്പെടുത്തിയിട്ടായാലും നിങ്ങൾ പരമാവധി തീർത്തു പോവുകയാണെങ്കിൽ ഇൻഷാ അല്ലാ നമുക്ക് ലക്ഷ്യത്തിലെത്താം. ഓക്കെ, അപ്പോ ഒരിക്കൽ കൂടെ എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് തൽക്കാലം ഈ സെഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇത്രയും സമയം ആക്റ്റീവായി പങ്കെടുത്ത നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകമായ നന്ദി കൂടി അറിയിക്കുന്നു. ശുക്രൻ അലാ ഹുസ്നി ഇസ്തിമാഇക്കും വലിസ്സഗായിക്കും വ ഇലാഹുന അത്റുക്കുക്കും ഫിറായത്തില്ല. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.